തിരുവനന്തപുരത്തെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച നഗരങ്ങളിലൊന്നാക്കി മാറ്റുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അഴിമതിയിൽ മുങ്ങിയ ഇടത് UDF ഭരണം അടിസ്ഥാന സൗകര്യങ്ങളിൽ പോലും തിരുവനന്തപുരത്തെ പിന്നോട്ടടിച്ചു. മാറാത്തത് ഇനി മാറുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് നന്ദി പറഞ്ഞ മോദി മേയർ VV രാജേഷിനെയും ഡെപ്യൂട്ടി മേയറെയും അഭിനന്ദിച്ചു. विकसित तिरुवनंतपुरम के विजन पर काम करना शुरू कर दिया है। मैं तिरुवनंतपुरम की जनता से कहूंगा, आप विश्वास रखिए, मारा तदीनी मारूम। जो अब तक नहीं बदला वो अब बदलेगा। तिरुवनंतपुरम पूरे देश के लिए एक मॉडल सिटी बनेगा। I extend my full support to make Thiruvananthapuram. എന്തൊരു അവസ്ഥയാണെന്ന് ആലോചിച്ചു. ഒരു രാജ്യത്തെ എന്തും കാണിച്ചുകൊണ്ട് എങ്ങനെയും ഈ രാജ്യത്തെ നശിപ്പിച്ച് വിഭജിച്ച് ഈ രാജ്യത്തിന്റെ അന്തസ്സും അഭിമാനവും ഇല്ലാതാക്കി രാജ്യത്തിന്റെ ദേശീയതയും അഖണ്ഡതയും മതേതരത്വവും സോഷ്യലിസവും സർവ്വതും നശിപ്പിച്ച് BJPയുടെ ഒരൊറ്റ അജണ്ട നടപ്പിലാക്കുക എന്ന് പറയുന്ന ഹീനമായ രാഷ്ട്രീയത്തിലേക്ക് ഈ രാജ്യം കടന്നു പോകുന്നത്. ഈ രാജ്യം അങ്ങനെ കടന്നു പോകുമ്പോൾ ജാമിയയിലും അലിഗഡിലും JNUവിലും IITകളിലും എന്തിനേറെ പറയുന്നു, വാരണാസി സർവകലാശാലയുണ്ട്. വാരണാസി എന്ന് പറഞ്ഞാൽ ABVP എന്ന് പറഞ്ഞ BJPയുടെ വിദ്യാർത്ഥി സംഘടനയ്ക്ക് അപ്പുറത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിവെക്കാൻ പറ്റാത്ത സ്ഥലമായിരുന്നു. അവിടുത്തെ പിള്ളേർ ഇപ്പൊ തോപ്പിച്ച് കൈ കൊടുത്തിട്ടുണ്ട്. ഒറ്റ സീറ്റ് കിട്ടിയില്ല BJPക്ക് വാരണാസി സർവകലാശാലയിൽ, വാരണാസി സംസ്കൃത സർവകലാശാലയിൽ, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ, ഗുജറാത്ത് യൂണിവേഴ്സിറ്റിയിൽ, നരേന്ദ്രമോദിയുടെ ഗുജറാത്ത്. പക്ഷെ വേറൊരു പ്രശ്നമുണ്ട്, അവിടെയൊക്കെ വോട്ടിംഗ് നടക്കുന്നത് ബാലറ്റ് പേപ്പറില്ല. EVM ആയിരുന്നു ഞങ്ങൾ കാണിച്ചു തന്നേനെ. എന്തൊരവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കണം. ഇവിടെയൊക്കെ ജാർഖണ്ഡിൽ ഉൾപ്പെടെ ഛത്തീസ്ഗഡിൽ ഉൾപ്പെടെ ജനങ്ങൾ തെളിയിച്ചു കൊടുത്തു, ഞങ്ങളടുത്ത് കളിച്ചാൽ കളി മാറും എന്നുള്ളതാ. നരേന്ദ്രമോദിയും അമിത്ഷായും ഈ രാജ്യത്തിന്റെ ഒരു രീതി മാറുന്നത് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. നമ്മളെ ദേശദ്രോഹികൾ എന്ന് വിളിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് ഇവിടുത്തെ മുസ്ലിം സമുദായം അല്ലെങ്കിൽ ഇവിടുത്തെ മുഴുവൻ സമുദായങ്ങളും, ഇവിടെ ക്രൈസ്തവനും മുസൽമാനും ഹൈന്ദവനും ജൈനനും പാഴ്സിയും അവിശ്വാസിയും നിരീശ്വരവാദിയും മതമുള്ളവനും മതമില്ലാത്തവനും എല്ലാം ചേർന്ന് നിന്നുകൊണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യർ രക്തസാക്ഷികളാകുമ്പോൾ ഒന്നും ചെയ്യാതെ അതിന്റെ ഉള്ളിലിരുന്നു കൊണ്ട് വല്ലവനും കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന സ്വതന്ത്ര രാജ്യത്ത് എങ്ങനെ വിഭാഗീയത ഉണ്ടാക്കാം, എങ്ങനെ വിഭജനത്തിന്റെ രാഷ്ട്രീയം മുന്നോട്ട് വെക്കാമെന്ന് ചിന്തിച്ച നിങ്ങളുടെ ദേശീയതയുടെ ക്ലാസ് ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് വേണ്ട എന്നാണ് ഞങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നത്. എന്തൊരവസ്ഥയാണ് നമ്മൾ ചിന്തിച്ചു നോക്കണം. ഇത് പറയുമ്പോൾ, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ രാജ്യത്ത് സംസാരിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. ഇവര് കൊന്നതാരൊക്കെയാ? BJPയുടെയും സംഘപരിവാറിന്റെയും രാഷ്ട്രീയത്തിനെതിരെ പറഞ്ഞതുകൊണ്ടല്ലേ MM കൽബുർഗി മരിച്ചത്? MM കൽബുർഗി ആരായിരുന്നു? ഹിന്ദു ആയിരുന്നു. ഇവർക്കെതിരെ നിരന്തരമായി എഴുതിയത് കൊണ്ടല്ലേ നരേന്ദ്ര ദബോൾക്കർ മരിച്ചത്? നരേന്ദ്ര ദബോൾക്കർ ഹിന്ദു ആയിരുന്നു. ഗോവിന്ദ് പൻസാര എന്ന് പറയുന്ന ഇടത് ചിന്തകനായിട്ടുള്ള മനുഷ്യൻ ഇവർക്കെതിരെ എഴുതിയത് കൊണ്ടല്ലേ കൊല്ലപ്പെട്ടത്? ആരായിരുന്നു ഗോവിന്ദ് പൻസാര? ഹിന്ദു അല്ലായിരുന്നോ? എത്രയോ മനുഷ്യർ, ഗൗരി ലങ്കേഷ് എന്ന് പറഞ്ഞ എഴുത്തുകാരി, അവര് നിരന്തരമായി BJPക്കും RSSനും എതിരെ എഴുതിയത് കൊണ്ട് കൊല്ലപ്പെട്ടു. അവര് ഹിന്ദു ആയിരുന്നില്ലേ? UR അനന്തമൂർത്തി എന്ന് പറഞ്ഞ MG യൂണിവേഴ്സിറ്റിയുടെ മുൻ വൈസ് ചാൻസലർ, കർണാടകയിലെ വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള എഴുത്തുകാരൻ UR അനന്തമൂർത്തി മരണപ്പെട്ടപ്പോൾ BJP RSSും ചെയ്തെന്താണെന്നറിയാവോ? സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്നെന്നാണ് ഇവർ പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇവർ കാപട്യാണ്. വസുദൈവ കുടുംബത്തെ കുറിച്ചിട്ടാണ് ഹിന്ദു പറയുന്നത്. പക്ഷെ ഇവർ ചെയ്തത് എന്താ? ആ പാവപ്പെട്ട മനുഷ്യൻ UR അനന്തമൂർത്തി ഇവരെ എതിർത്തതിന്റെ പുറത്ത് ആ മനുഷ്യൻ മരണപ്പെട്ടപ്പോൾ ഈ വലിപ്പത്തിലുള്ള കാവിലഡു വിതരണം ചെയ്തത്. അത്രയ്ക്ക് രാഷ്ട്രീയ അധമബോധമുള്ളവരാണ് RSSും BJP. ONV കുറുപ്പ് നിങ്ങളുടെ നാട്ടുകാരനാണ്, ചവറക്കാരനാണ്. ONV കുറുപ്പ് എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ലേഖനം. അദ്ദേഹം അന്നത്തെ കാലഘട്ടത്തിൽ, അദ്ദേഹം യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ ഗോൾവർക്കർ അവിടെ വന്ന് സംസാരിക്കുകയും ഗോൾവർക്കറോട് ചോദ്യം ചോദിക്കുകയും 3 ദിവസത്തിനപ്പുറത്ത് മഹാത്മാഗാന്ധി മരണപ്പെട്ടെന്ന് യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ വെച്ച് അറിഞ്ഞതിന് ശേഷം അദ്ദേഹം തിരുവനന്തപുരത്ത് കൂടി അദ്ദേഹം ഉൾപ്പെടെയുള്ള അന്നത്തെ ഇടതുപക്ഷത്തിന്റെ ആ സുഹൃത്തുക്കളായിട്ടുള്ള കുറെ ചെറുപ്പക്കാർ നടന്നു പോകുമ്പോൾ അവിടെ തിരുവനന്തപുരത്ത് പലയിടങ്ങളിലും RSSും BJPയും ലഡു വിതരണം ചെയ്തു എന്ന് അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്.
ONV കുറിപ്പാണ് എഴുതി വെച്ചിരിക്കുന്നത്. എന്താണ് ഇവരുടെ രാഷ്ട്രീയമെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇവര് എപ്പോഴും ഒരു സമുദായത്തെ, നമ്മൾ ഒരിക്കലും ഹിസ്ബുള്ള മുജാഹിദീന്റെയോ ലഷ്കർ എ തോയ്ബയുടെയോ അൽ ഖ്വയ്ദയുടെയോ ഐസിസിന്റെയോ പ്രത്യയ ശാസ്ത്രത്തെയോ രാഷ്ട്രീയത്തെയോ നമ്മൾ ആരും അംഗീകരിക്കുന്നില്ല. ആരാണ് ഇവിടെ അംഗീകരിക്കുന്നത്? ഏത് മുസൽമാനാണ് ഈ ആശയത്തിനെ പിൻപറ്റുന്നത്? ഒരാൾക്കും വേണ്ട. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ രാജ്യത്ത് വിഭജനത്തിന്റെ രാഷ്ട്രീയം ഇവർ മുമ്പോട്ട് വയ്ക്കുമ്പോൾ ഇവിടെ എല്ലാ ഹിന്ദുക്കളിൽ തീവ്രവാദികൾ ഉണ്ടോന്നാ ചോദിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവരെയൊക്കെ കൊന്നത് ആരാ? വേണ്ട, മഹാത്മാഗാന്ധിയെ കൊന്നത് പോലും ഇവരല്ലേ കൊന്നത്? നാഥുറാം വിനായക് ഗോഡ്സെയല്ലേ കൊന്നതിന് ശേഷം അദ്ദേഹം പറഞ്ഞത് മതേതര ഇന്ത്യയിൽ എൻ്റെ ചിതാഭസ്മം നിമജ്ജനം ചെയ്യണ്ട എന്നല്ലേ? എന്നിട്ടും ഇവർ പറയുന്നു ഇവിടെ ആരാണ് തീവ്രവാദികൾ എന്നുള്ളത്. അജ്മീർ ദർഗയിൽ സംജോതയിൽ മലേഗാവിലൊക്കെ നടന്ന സ്ഫോടനങ്ങൾ നിങ്ങൾ അറിയേണ്ടത്, ഈ അജ്മീർ ദർഗയിലെ സ്ഫോടനം നടത്തിയപ്പോൾ അജ്മീർ ദർഗയിലെ സ്ഫോടനത്തിൽ 1-ാം പ്രതി അസീം ആനന്ദ എന്ന് പറഞ്ഞ ആളാ. ഇന്ത്യ രാജ്യത്തിലെ കാവി ഭീകരതയുടെ കാവി തീവ്രവാദത്തിന്റെ ഹോൾസെയിൽ ഡീലറാ ഇയാള്. BJPയുടെ RSSന്റെയും കണ്ണിലുണ്ടിയാ. ഇയാളില്ലാത്ത ചുക്കു ചേരാത്ത കഷായില്ല എന്ന് പറയുന്ന പോലെ ഇയാളില്ലാത്ത ഒരൊറ്റ ഭീകരമായ സംഭവം ഇവിടെ ഇന്ത്യയിലില്ല. ഈ പറഞ്ഞ അസീം ആനന്ദയായിരുന്നു പാർലമെന്റ് ആക്രമണ കേസിലെ പ്രതിയായിട്ടുണ്ടായിരുന്ന ആള്. അയാൾക്കൊപ്പം കുറെ പേരുകൂടി ഉണ്ടായിരുന്നു. ഇപ്പുറത്ത് അജ്മീർ ദർഗ അജ്മീർ ദർഗയിലെ ആ സ്ഫോടനമായിട്ട് ബന്ധപ്പെട്ട് അടുത്തതായിട്ട് സംജോതയിൽ ഇവരുടെ സാദി നിരഞ്ജൻ പ്രഖ്യ ഠാക്കൂർ എന്ന് പറയുന്ന വ്യക്തി, അസീം ആനന്ദ, കേണൽ പുരോഹിത്, ഇവരൊക്കെ ആയിരുന്നു ഈ പറയുന്ന സംജോതയിൽ. അടുത്തതായിട്ട് മലേഗാവ് സ്ഫോടനം. മലേഗാവിൽ നമ്മൾ അറിയേണ്ടത് 13 വയസ്സുള്ള മുസ്ലിം നാമധാരിയായിട്ടുള്ള കുട്ടിയുടെ ചോറ്റുപാത്രത്തിൽ ബോംബ് വെച്ചു കൊടുത്ത മലേഗാവിൽ സ്ഫോടനം നടന്ന. മലേഗാവ് സ്ഫോടനം നടക്കുമ്പോൾ ഞാൻ ഉത്തരേന്ത്യയിലായിരുന്നു. അന്ന് ഉത്തരേന്ത്യയൊക്കെ സ്തംഭിച്ചു. അന്ന് പറഞ്ഞത് എന്തായിരുന്നു? ഈ 13 വയസ്സുള്ള കുട്ടിയുടെ ഉപ്പ അയാളാണ് പ്രതിയെന്ന് ആദ്യം പറഞ്ഞത്. കാലം സാക്ഷി, ചരിത്രം സാക്ഷി, ഇന്ത്യ രാജ്യത്തിന്റെ മണ്ണിന് ഏത് വൃത്തികേടിനെയും സ്ഫുടം ചെയ്യുവാനുള്ള അപാരമായ ശക്തിയുണ്ട്. ആ ശക്തി ഉള്ളത് കൊണ്ടാണ് അവസാനം ആരൊക്കെ പോയി, SP സാഹു, ലോകേഷ് ശർമ്മ, പിന്നെ ഈ പറഞ്ഞ അസീം ആനന്ദ അവിടെയും ഉണ്ടായിരുന്നു അയാൾക്കെതിരെ കേസ്. അതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇവിടെ CPM-ഉം CPI-യും കോൺഗ്രസും ഒക്കെ സംഘടനത്തിലേർപ്പെടുന്നുണ്ട്. സംഘടനത്തിലേർപ്പെടുകയും ആൾക്കാർ മരണപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒന്നും പ്രത്യയശാസ്ത്രത്തോട് എനിക്ക് ഒരു യോജിപ്പില്ല. അത്തരത്തിലുള്ള കൊലപാതകം എന്ന് പറഞ്ഞ പ്രത്യയശാസ്ത്രം പോയിട്ട് ഒരാളുടെ ദേഹത്ത് മണ്ണുവാരി ഇടുന്നതിനോട് പോലും എനിക്ക് പരിപൂർണമായ വിയോജിപ്പാണ്. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്, എങ്കിലും ഇവിടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ അത് സംഭവിക്കുന്നുണ്ട്. അതിന് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ തള്ളിക്കളയുക. പക്ഷേ ഇന്ത്യ രാജ്യത്ത് ഒരു രാഷ്ട്രീയത്തിന് ഭാഗമായി നിൽക്കുന്നവർ ഇന്ത്യ രാജ്യത്ത് ബോംബ് സ്ഫോടനം നടത്തിയിട്ടുണ്ടെങ്കിൽ, ആ ബോംബ് പൊട്ടിയ ആൾക്കാർക്ക് മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിവിടെ നടത്തിയത് സംഘപരിവാറിന്റെ രാഷ്ട്രീയം മാത്രം. എന്ത് അപവാദമാണെന്ന് ആലോചിച്ച് നോക്കണം. ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ ചരിത്രം നമ്മൾ പറയേണ്ടതല്ലേ? ഈ വർത്തമാനം നമ്മൾ പറയേണ്ടതല്ലേ? ഇതൊന്നും ചരിത്രാതീത കാലഘട്ടത്തിലൊന്നും അല്ലല്ലോ നടന്നത്, സമീപകാലങ്ങളിൽ നടന്നതല്ലേ? 10 വർഷത്തിനിപ്പുറത്ത് നടന്ന സംഭവങ്ങൾ, അല്ലെങ്കിൽ 20 വർഷത്തിനിപ്പുറത്ത് നടന്ന സംഭവങ്ങളല്ലേ ഞാൻ പറഞ്ഞത്. ഈ രാജ്യത്ത് അവർ വിഭജനത്തിന്റെ രാഷ്ട്രീയം മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർ എല്ലാ കുഴപ്പങ്ങളും ഉണ്ടാക്കിയിട്ട് അതിൽ നിന്നെല്ലാം മാറും. നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിട്ടുണ്ടാവും, എന്താ രാംഗോപാൽ, അങ്ങനെ എന്തായിരുന്നു അയാളുടെ പേര്, ഒരു ചെറുപ്പക്കാരൻ ജാമിയ ഇസ്ലാമിയയിൽ സമരം ചെയ്ത കുട്ടികൾക്ക് നേരെ തോക്കുമായിട്ട് വന്നിട്ട് അവൻ വെടിവെച്ചു. അവിടേക്ക് നടന്നു ചെന്ന കാശ്മീർ സ്വദേശിയായ ഒരു ആൺകുട്ടിയുടെ കയ്യിലേക്ക് വെടിവെച്ചിട്ട് അവന്റെ കയ്യിൽ നിന്ന് രക്തം ധാരധാരയായിട്ട് ഒഴുകുമ്പോൾ ഡൽഹി പോലീസിനോട് എനിക്ക് ആശുപത്രി പോകണമെന്ന് പറഞ്ഞിട്ട് പോലീസ് ഒന്നും വേണ്ടിയിൽ അവന്മാർ നോക്കിക്കൊണ്ട് നിൽക്കുക. അവസാനം ബാരിക്കേഡ് ചാടിക്കടന്നിട്ട് ആ ചെറുപ്പക്കാരൻ സ്വന്തമായിട്ട് ആശുപത്രി പോകേണ്ട സാഹചര്യം. എവിടെയാണ് ഈ രാജ്യം പോയി നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഭരണകൂടം തന്നെ ഭീകരതയുടെ സ്പോൺസർഷായിട്ട് മാറിക്കൊണ്ടിരിക്കുക. വേറൊരാളുടെ അത് കണ്ടു, ദേവീന്ദർ സിംഗ്. ആരാ ദേവീന്ദർ സിംഗ്? ദേവീന്ദർ സിംഗിനെ നല്ല പുരസ്കാരമൊക്കെ നൽകി, വിശിഷ്ട സേവാ മെഡലൊക്കെ നൽകി BJPക്കാർ ആദരിച്ചത്. കാരണം കാശ്മീരിൽ ഇപ്പോൾ മുഖ്യമന്ത്രി ഇല്ല, ഗവർണറിന്റെ ഭരണ, രാഷ്ട്രപതിയുടെ ഭരണ. ആ ഭരണം നടക്കുന്നിടത്ത് DYSP ആയിട്ടുള്ള സുപ്രധാന പോലീസ് ഉദ്യോഗസ്ഥന് മെഡൽ കിട്ടിയെങ്കിൽ ആ മെഡൽ നൽകിയത് BJP ആണ്, RSS ആണ്. ആ ദേവീന്ദർ സിംഗ് ഈ രാജ്യം മൊത്തം കലാപം നടന്നുകൊണ്ടിരിക്കുക. രാജ്യത്ത് അതിശക്തമായ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നു. പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ തെരുവോരങ്ങൾ സമരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ദേവീന്ദർ സിംഗ് 3 തീവ്രവാദികൾക്കൊപ്പം ഡൽഹി വന്നത് ഹണിമൂൺ ആഘോഷിക്കാനാണോ? നമ്മൾ ചിന്തിക്കേണ്ടതാ. അയാൾ അവിടെ എന്തിനാണ് ഈ 3 തീവ്രവാദികൾക്കൊപ്പം കടന്നു വന്നത്? ദേവീന്ദർ സിംഗ് എന്ന് പറയുന്ന വ്യക്തി 3 തീവ്രവാദികൾക്കൊപ്പം കടന്നു വന്നുവെങ്കിൽ അതിൽ തീർച്ചയായിട്ടും നിഗൂഢതയുണ്ട്. അഫ്സൽ ഗുരുവിനെ ഒന്നും ഞാൻ ന്യായീകരിക്കില്ല. പക്ഷേ അഫ്സൽ ഗുരു പാർലമെന്റ് ആക്രമണ കാലഘട്ടത്തിൽ അഫ്സൽ ഗുരുവിന്റെ മൊഴിയിൽ അയാൾ പിന്നീട് നടത്തിയ പത്രസമ്മേളനത്തിലൊക്കെ പറയുന്നുണ്ട്, എന്നെ ഡൽഹിയിലേക്ക് കൊണ്ടുവന്നത് ദേവീന്ദർ സിംഗ് എന്ന് പറയുന്ന പോലീസ് മേധാവിയാണെന്ന.
അയാൾ തന്നെയാണ് ഇപ്പോഴും അവിടേക്ക് കടന്നു വന്നിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, വലിയ ദുരൂഹത ഈ രാജ്യത്തിന്റെ മുകളിൽ കാർമേഘങ്ങളായിട്ട് നിഴഞ്ഞു നിൽക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ വേറൊരാളിനെ കണ്ടു, ആദിത്യ റാവു. അവൻ എന്താ ചെയ്തത്? അവനെ പിടിച്ചുകൊണ്ട് വന്നപ്പോൾ പറഞ്ഞത് ഹൈദരാബാദിലെ എയർപോർട്ടിൽ ജോലി കൊടുക്കാത്തതുകൊണ്ട്. എടാ ദുഷ്ട, ഹൈദരാബാദ് ജോലി കൊടുക്കാത്തതുകൊണ്ട് നീ എന്തിനാ മംഗലാപുരത്ത് കൊണ്ടുവന്ന് ബോംബ് വെച്ചത്? ആലോചിച്ച് നോക്കൂ. ആദ്യം എൻ്റെ കയ്യിൽ ഇപ്പോഴും കിടപ്പുണ്ട്, ജനം ടി വി എഴുതിയത് എന്തായിരുന്നു? ഭീകരൻ ബോംബ് വെച്ചു. ഇപ്പൊ ഭീകരനല്ല, അവന് മാനസിക വിഭ്രാന്തി ഉണ്ടെന്നാണ് പറയുന്നത്. എന്തൊരവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കണം. ആദിത്യ റാവു എന്നതിൻ്റെ പേര് അയൂബ് ഖാൻ എന്നായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ റാവുത്തർ എന്നായിരുന്നെങ്കിൽ വർത്തമാനകാല ഇന്ത്യയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നേനുവെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം. BJP RSS നമ്മളെ ആരെങ്കിലും വെറുതെ വിടുമായിരുന്നോ? ഈ പരിപാടികൾ പോലും കേരളത്തിൽ നടക്കും, മറ്റു പല സ്ഥലത്തും നടത്താൻ പോലും സമ്മതിക്കില്ലായിരുന്നു. ഇവന്മാരിവിടെ എന്ത് ഭീകരതയുടെ സർട്ടിഫിക്കറ്റുകൾ നമുക്കൊക്കെ അടിച്ചു വിതരണം ചെയ്തേനെ. ആലോചിച്ച് നോക്കൂ. ആദിത്യ റാവുവിന് ഇപ്പൊ മാനസിക വിഭ്രാന്തിയാണ്. ഇന്നലെ ജാമിയ ഇസ്ലാമിലെ പിള്ളേർക്ക് നേരെ വെടിവെക്കാൻ വന്നവന് മാനസിക വിഭ്രാന്തിയാണ്. ഇനി ദേവീന്ദർ സിംഗിന് എന്ത് വിഭ്രാന്തിയാണെന്ന് ഇവർ പറഞ്ഞിട്ടില്ല. മാനസിക വിഭ്രാന്തി എന്ന് പറയുന്ന, അല്ലെങ്കിൽ മാനസികപരമായ വെല്ലുവിളി എന്ന് പറഞ്ഞ ഒരു മനുഷ്യന്റെ കഷ്ടമായിട്ടുള്ള അവസ്ഥയാണ്. സ്വന്തം കാര്യത്തിന് വേണ്ടി ഇമാതിരി തെമ്മാടിത്തരം പറയുക എന്ന് പറയുന്നത് എന്തൊരവസ്ഥയാണെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം. ഒരു രാജ്യത്തെ എന്തും കാണിച്ചുകൊണ്ട് എങ്ങനെയും ഈ രാജ്യത്തെ നശിപ്പിച്ച് വിഭജിച്ച് ഈ രാജ്യത്തിന്റെ അന്തസ്സും അഭിമാനവും ഇല്ലാതാക്കി രാജ്യത്തിന്റെ ദേശീയതയും അഖണ്ഡതയും മതേതരത്വവും സോഷ്യലിസവും സർവ്വതും നശിപ്പിച്ച് BJPയുടെ ഒരൊറ്റ അജണ്ട നടപ്പിലാക്കുക എന്ന് പറയുന്ന ഹീനമായ രാഷ്ട്രീയത്തിലേക്ക് ഈ രാജ്യം കടന്നു പോകുന്നത്. ഇവിടെയൊക്കെ ജാർഖണ്ഡിൽ ഉൾപ്പെടെ, ഛത്തീസ്ഗഡിൽ ഉൾപ്പെടെ ജനങ്ങൾ തെളിയിച്ചു കൊടുത്തു, ഞങ്ങളടുത്ത് കളിച്ചാൽ കളി മാറും എന്നുള്ളതാ. നരേന്ദ്രമോദിയും അമിത്ഷായും ഈ രാജ്യത്തിന്റെ ഒരു രീതി മാറുന്നത് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. നിങ്ങൾ ആലോചിക്കണം, നോട്ട് നിരോധനം ഈ രാജ്യത്തിന്റെ നട്ടല് തകർത്തതാ. നോട്ട് നിരോധനം വന്നപ്പോൾ ഇവിടെ പറഞ്ഞെന്തായിരുന്നു? അതേ കരുനാപ്പള്ളിക്കാരില്ലേ, നമ്മളൊക്കെ അപ്പുറം ഇപ്പുറമൊക്കെ ഉള്ളവരല്ലേ, നമ്മുടെയൊക്കെ നാട്ടിൽ പറഞ്ഞെന്തായിരുന്നു? ഇനിയിപ്പോൾ മുസ്ലിങ്ങളെല്ലാം പോയി, എല്ലാവരുടെയും കയ്യിലിരിക്കുന്ന മുഴുവൻ കള്ളനോട്ടാ, ഇതൊക്കെ പോയി എല്ലാവന്മാരെ അകത്ത് വെച്ചുകൊണ്ട് പിടിച്ചുകൊണ്ട് പോകാൻ പോകുക. ആരാ പറഞ്ഞത്? നരേന്ദ്രമോദിയുടെ അമിത്ഷായുടെ ആൾക്കാരാ. കാലം സാക്ഷി, ചരിത്ര സാക്ഷി. ഇവിടെ ഒറ്റ മുസ്ലിമിനെ അറസ്റ്റ് ചെയ്തില്ല, ഒറ്റ കോൺഗ്രസ്സുകാരനെ CPM-കാരനെ ഒന്നും ഞാൻ അവരെ ചേർത്ത് പറയുകയല്ല, പക്ഷെ അവരെ ആരെ അറസ്റ്റ് ചെയ്തില്ല. ആകെ ഇന്ത്യ രാജ്യത്ത് നോട്ട് നിരോധന കാലഘട്ടത്തിൽ കള്ളനോട്ട് വെച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്ത് ആരെയാ? ഇവിടെ BJP-ക്കാരെ RSS-കാരെ മാത്രമേ അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഗതികെട്ടായിരിക്കും അറസ്റ്റ് ചെയ്തത്, പക്ഷെ സംഭവിച്ചു. ആലോചിക്കണം. 14.75 ലക്ഷം കോടി പിൻവലിച്ച് ഇവിടെ സുരേന്ദ്രനെ പോലെയുള്ളവർ പറഞ്ഞ 4 ലക്ഷം കോടി തിരിച്ചു വരില്ലെന്നാ. എല്ലാം തിരിച്ചു വന്നു. ഇനി നേപ്പാൾ ഇപ്പോഴും പറയുന്നത് ഞങ്ങളുടെ കുറേ പൈസ ഇരിപ്പുണ്ട്, കാരണം നേപ്പാളിൽ അവർ ഇന്ത്യൻ നാണയമാണ് വിനിമയത്തിന് ഉപയോഗിക്കുന്നത്. അതുകൂടി തിരിച്ചു വന്നാൽ 100% പകരം 101% തിരിച്ചു വന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നോട്ട് നിരോധന കാലഘട്ടത്തിൽ ATM-ന്റെ മുമ്പിൽ, ബാങ്കിന്റെ മുമ്പിൽ ക്യൂ നിന്ന് നമ്മുടെ മനുഷ്യർ മരണപ്പെട്ട് വീഴുമ്പോൾ ഇവന്മാർ ചെയ്തത് ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടി ഓഫീസ് പണിയായിരുന്നു. ഇവിടുത്തെ മുഴുവൻ കള്ളനോട്ടും കള്ളപ്പണവും വെച്ചുകൊണ്ട് BJP-ക്കാര് RSS-കാര് നിങ്ങളുടെ പാർട്ടി ഓഫീസ് പണിയായിരുന്നോ പ്രിയപ്പെട്ട സംഘപരിവാറുകാരെ? എന്തൊരവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കണം. എന്നിട്ട് ഈ 66,000 കോടി, 14.75 ലക്ഷം പിൻവലിച്ചപ്പോൾ അതിൽ 66,000 കോടി മാറിയത് എവിടാന്നറിയാവോ? ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രസിഡന്റ് ആയിട്ടുള്ള അഹമ്മദാബാദിലെ സർവീസ് സഹകരണ ബാങ്കിലാ. എന്തൊരവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കണം. ഈ രാജ്യത്ത് നിരന്തരമായിട്ട് കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുക ഇവർ ഈ രാജ്യത്തെ വിഭജിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. 2000-ന്റെ നോട്ട്, ഞാൻ അതാ പറഞ്ഞു വന്നത്. 2000-ന്റെ നോട്ട് ഇവിടെ ഇറങ്ങിയപ്പോൾ എന്താ പറഞ്ഞത്? ഇതിൽ ചിപ്പുണ്ട്, ഇതിൽ ക്യാമറയുണ്ട്, ഇതിൽ വീഡിയോ ഉണ്ട്, ഇത് ഇട്ടുകൊണ്ട് നിങ്ങൾ മണ്ണിൻ്റെ അടിയിൽ പോയാൽ അത് കാണാൻ പറ്റും, നിങ്ങൾ ബഹിരാകാശത്ത് പോയാൽ അത് കാണാൻ പറ്റും, കക്കൂസിൽ കയറിയാൽ അതും കാണാൻ പറ്റുമെന്ന് പറഞ്ഞ 2000-ന്റെ നോട്ട്. അവസാനം 2000-ന്റെ നോട്ട് മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ പദ്ധതി പറഞ്ഞവരാ BJP-ക്കാര്. മേക്ക് ഇൻ ഇന്ത്യയിൽ ആർക്കും ജോലി കൊടുത്തില്ല. 2 കോടി പേർക്ക് വെച്ച് 5 വർഷം തൊഴിൽ കൊടുത്താൽ 10 കോടി പേർക്ക് തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞു. പക്ഷേ BJP-യുടെ ഭാരതീയ മസ്ദൂർ സംഘിന്റെ നേതാവ് സജി നാരായണൻ എന്ന് പറഞ്ഞ തൃശ്ശൂർകാരൻ പറഞ്ഞത്, നരേന്ദ്രമോദി ആർക്കും ജോലി കൊടുത്താൽ ഇല്ലെങ്കിലും 2.5 കോടി പേരുടെ തൊഴിൽ കളഞ്ഞു കിട്ടിയെന്ന് പറഞ്ഞത് BMS-ന്റെ നേതാവ് സജി നാരായണ. അങ്ങനെ മേക്ക് ഇൻ ഇന്ത്യ പറഞ്ഞ് 10 കോടി പേർക്ക് തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഇവരുടെ കീഴിലുള്ള ഇന്ത്യൻ ലേബർ ബ്യൂറോ എന്ന് പറഞ്ഞ തൊഴിൽ സ്ഥാപനം പറഞ്ഞത് ആകെ ഞങ്ങൾ കൊടുത്തത് 3.25 ലക്ഷം പേർക്കാണ്. ഇവിടെ ഉമ്മൻചാണ്ടിയും പിണറായി വിജയനും കൊടുക്കും 5 വർഷം കൊണ്ട് PSC കൂടെ അതിൽ കൂടുതൽ പേർക്ക് ജോലി. എന്തൊരവസ്ഥയാണെന്ന് ആലോചിക്കണം. ഇന്ന് വീണ്ടും തള്ളി വെച്ചിട്ടുണ്ട് 4.5 കോടി പേർക്കാണ് ജോലി പറഞ്ഞിരിക്കുന്നത്. ആർക്കാണെന്ന് അറിയാൻ വയ്യ. എടാ, ഈ BJP-ക്ക് RSS-നും വേണ്ടി ചീത്ത വിളിക്കാൻ നടക്കുന്ന, ഞങ്ങളെയൊക്കെ ജിഹാദികളെന്ന് വിളിക്കുന്ന, ഞങ്ങളോടൊക്കെ പാകിസ്ഥാനിൽ പോകാൻ പറയുന്ന ഏതെങ്കിലും ഒരു സംഘപരിവാറുകാരനെങ്കിലും നിങ്ങൾക്ക് ഈ മേക്ക് ഇൻ ഇന്ത്യ കൂടെ ജോലി എടുക്കാൻ പറ്റിയോ? ആകെ കിട്ടിയ ജോലി കിട്ടി. അവിടെ ഞാൻ പറഞ്ഞു വരുന്നത്, ജോലി കിട്ടിയ ഒരാളുണ്ടായിരുന്നു. ആരാന്നറിയാവോ? കൊടുങ്ങല്ലൂരിലുള്ളൊരു നേതാവാ. BJPക്ക് സ്വന്തമായിട്ട് ഒരു റിസർവ് ബാങ്ക് ഉണ്ട്, അത് കൊടുങ്ങല്ലൂരാണ് ഉള്ളത്. ഈ 2000-ന്റെ നോട്ട്, വീഡിയോയും ക്യാമറയും ചിപ്പും ഉള്ള 2000-ന്റെ നോട്ട് അവിടുത്തെ OBC മോർച്ചയുടെ നേതാവ് എന്ത് ചെയ്തു? ഒരൊറ്റടിച്ച്
രണ്ടെട്ടം അടിച്ച് പിടിച്ച്, മൂന്നാമത്തെ ഏട്ടം അടിച്ച് പിടിച്ച്, സുരേട്ടന് കൊടുത്ത്, രമേശ് ചേട്ടന് കൊടുത്ത്, ശ്രീധരൻ ചേട്ടന് കൊടുത്ത്, കണ്ട ചേട്ടന്മാർക്കെല്ലാം കൊടുത്തു. ഏത് നോട്ടാന്ന് ആലോചിക്കണം, ഈ വീഡിയോ ഉള്ള, ചിപ്പുള്ള, ക്യാമറ ഉള്ള നോട്ട്. ഈ പറഞ്ഞ 2000-ന്റെ നോട്ടിൽ വീഡിയോ ഉണ്ട്, ചിപ്പുണ്ട്, ക്യാമറ ഉണ്ടെന്ന് പറഞ്ഞ ഈ മഹാമണ്ഡന്മാർ നമ്മളോട് പറയുക പൗരത്വ ഭേദഗതി നിയമത്തിന് ഒരു പ്രശ്നമില്ല എന്നാ. ഞാൻ അവസാനിപ്പിക്കുക. 3500 കോടിയുടെ പ്രതിമ, സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമ. ഇവന്മാർക്ക് ഏറ്റവും വലിയ ദേഷ്യമുള്ളത് പട്ടേലിനോടാ. ആദ്യം ഗാന്ധിയോട്, പിന്നെ നെഹ്റുവിനോട്. അതുകൊണ്ടാണ് ഇവർ പറഞ്ഞത്, ഗാന്ധിയെ കൊന്നിട്ട് ഇവർ പിന്നീട് പറഞ്ഞു ഞങ്ങളുടെ വെടിയൊന്ന് തെറ്റിപ്പോയി, ആദ്യം വെക്കേണ്ടത് ഗാന്ധിയുടെ നെഞ്ചത്തേക്കായിരുന്നില്ല, നെഹ്റുവിൻ്റെ നെഞ്ചത്തേക്കായിരുന്നു. കാരണം ഈ രാജ്യത്തെ മതേതരത്തായിട്ട് വളർത്തിയെടുത്തതിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ ഗാന്ധിയും നെഹ്റുവും കഴിഞ്ഞാൽ ഇവർക്ക് മൂന്നാമത്തെ ശത്രുത ഒരു സംശയം വേണ്ട. ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾക്ക് ആർക്കും സംശയം വേണ്ട, ഇവരുടെ ഏറ്റവും വലിയ മൂന്നാമത്തെ ശത്രു പട്ടേലാണ്. ഇവിടെ RSSനെ ആദ്യമായിട്ട് ഇന്ത്യ രാജ്യത്ത് നിരോധിച്ചത്. ആ പട്ടേലിന് ഒരു പണിയിരിക്കട്ടെ, പിന്നെ ഞങ്ങൾക്ക് കുറച്ച് വോട്ടും കിട്ടുമല്ലോ. പട്ടേലിൻ്റെ രാഷ്ട്രീയം പറഞ്ഞ വോട്ടും കിട്ടും, പട്ടേലിനൊരു പണിയിരിക്കട്ടെ. ഞാൻ മരണാനന്തര ജീവിതത്തിൽ ആത്മാവിലൊന്നും വിശ്വസിക്കാത്ത ആളാണ്, പക്ഷേ BJP വിശ്വസിക്കുന്നുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. ഇവർ ചെയ്തെന്താ, 3500 കോടിയുടെ പ്രതിമ എവിടെ ഉണ്ടാക്കി? ഗുജറാത്തിലുണ്ടാക്കി. അപ്പോൾ പാവപ്പെട്ട പട്ടേലിൻ്റെ ആത്മാവ് ദിവസവും കരയായിരിക്കും. കാരണം രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഗുജറാത്തിൽ റെയിൽവേ പാളത്തിൽ ഇങ്ങനെ പിള്ളേരൊക്കെ തൊപ്പിയൊക്കെ വെച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാ? നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ വെളിക്കിറങ്ങാനിരിക്കുകയാണ് അല്ലേ. ആരുടെ ഇന്ത്യയിലാ? സ്വച്ഛ ഭാരത് പറഞ്ഞ നരേന്ദ്രമോദിയുടെ ഇന്ത്യയിൽ, നരേന്ദ്രമോദിയുടെ ഗുജറാത്തിൽ. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 13 വർഷം നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിരുന്ന ഗുജറാത്തിൽ. നിങ്ങൾ ഇത് തമാശയായിട്ട് കാണേണ്ട ആവശ്യമില്ല. വാരണാസി എന്ന് പറഞ്ഞ ഉത്തർപ്രദേശിലെ മണ്ഡലത്തിൽ നിന്നാണ് ഇപ്പോൾ നരേന്ദ്രമോദി ഇന്ത്യ പ്രദാനം ചെയ്യുന്നത്. നിങ്ങൾക്കറിയോ, ഈ അടുത്തൊരു പഠനം വന്നു, 3 മാസമായിട്ടുള്ളൂ. കഴിഞ്ഞ 3 വർഷമായിട്ട് നരേന്ദ്രമോദി വിട്ടുകൊടുത്തിട്ടില്ല വേറെ ആർക്കോ ആ സ്ഥാനം. എന്താ സ്ഥാനം എന്നറിയാവോ? സ്വച്ഛ ഭാരത് പറഞ്ഞുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് മുമ്പോട്ട് പോകുന്ന നരേന്ദ്രമോദിയുടെ വാരണാസി എന്ന് പറഞ്ഞ നഗരമാണ് കഴിഞ്ഞ 3 വർഷമായിട്ട് ഇന്ത്യ രാജ്യത്തെയും ലോക രാജ്യത്തെയും ഏറ്റവും വൃത്തികെട്ട നഗരം. ഇത് നമ്മൾ പറഞ്ഞ കണക്കല്ല, ആധികാരികമായിട്ടുള്ള കണക്കാണ്. അപ്പോൾ ഈ ഗുജറാത്തിൽ പാവപ്പെട്ട പട്ടേൽ രാവിലെ എഴുന്നേറ്റ് കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് ഈ പിള്ളേരൊക്കെ ഇങ്ങനെ പൊതു ഇടങ്ങളിലിരുന്ന് വിസർജ്യം നടത്തുന്നതാണ്. ഇതിൽ കൂടുതൽ നല്ല പണി എങ്ങനെ ഇവർക്ക് പട്ടേലിന് കൊടുക്കാനുള്ളത്? ആ പട്ടേലിൻ്റെ കണ്ണിനെ കുറിച്ചാണ് നമ്മൾ അറിയേണ്ടത്. പട്ടേലിൻ്റെ കണ്ണിൽ 2 സാധനം ഉണ്ടെന്നാണ് BJPക്കാർ പറഞ്ഞത്. 2 റഡാറാണ്. ഒരു റഡാർ ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ട്രംപ് അവിടെ നിൽക്കുന്നത് കാണാൻ പറ്റും. പിന്നെ അങ്ങനെ അത് കറങ്ങി വന്ന് ഇവിടെ മഹേന്ദ്ര രജപക്സെയും റനിൽ വിക്രമസിംഗയൊക്കെ കാണാൻ പറ്റും. ഇപ്പുറത്ത് വന്ന പിണറായി വിജയനും ഉമ്മൻചാണ്ടിയൊക്കെ ഇവർക്ക് കാണാൻ പറ്റും. അങ്ങനെ ഒരു കണ്ണ് തിരിഞ്ഞുകൊണ്ടിരിക്കുക. മറ്റേ കണ്ണ് അപ്പുറത്തേക്ക് ഇടത്തോട്ട് തിരിഞ്ഞു പോകും. ആരെ കാണാനെന്നറിയാവോ? അപ്പുറത്ത് ചെന്ന് ഇമ്രാൻഖാൻ മൂത്രം ഒഴിക്കുന്നുണ്ടോ എന്ന് വരെ വളരെ കൃത്യമായിട്ട് അറിയാൻ പറ്റുന്ന റഡാർ ആരുടെ കണ്ണിലുണ്ട്? 3500 കോടിയുടെ നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ കണ്ണിലുണ്ടെന്നാണ് പറഞ്ഞത്. ഇതും വിശ്വസിച്ചവന്മാരാ പറയുന്നത് ഈ പൗരത്വ ഭേദഗതി നിയമത്തിന് ഒരു പ്രശ്നവുമില്ല. ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, നമ്മൾ ചിന്തിക്കുക, ഇത് ആരാണ് ഇതിനെ അനുകൂലിക്കുന്നവർ? കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളെ ഓടിച്ചുകൊണ്ട് ഞങ്ങൾക്കിവിടെ ഹിന്ദുത്വ രാഷ്ട്രം ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിക്കുന്ന BJPക്കാരുടെയും RSSകാരുമായിട്ടുള്ള ഇവിടുത്തെ പിന്നോക്ക സമുദായങ്ങളിൽ ഉൾപ്പെടെയുള്ള BJPക്കാരും RSSകാരും തിരിച്ചറിയേണ്ടത് ഇത് ബാധിക്കുവാൻ പോകുന്നത് മുസ്ലിം സമുദായത്തെ മാത്രമായിരിക്കില്ല. ഇന്ത്യയിൽ ആദ്യത്തെ കുടിയേറ്റക്കാരായിട്ടുള്ള ആര്യന്മാരെന്ന് പറയുന്ന ഇവരുടെ സോക്കോൾ ബ്രാഹ്മണിക്കൽ അജണ്ട നടപ്പിലാക്കാൻ പറ്റുന്നവരെ മാത്രമാണ് അവർ ഈ രാജ്യത്ത് ഹിന്ദുക്കളായിട്ട് അംഗീകരിക്കുന്നത്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഇപ്പൊ ഈ രാജ്യം അങ്ങ് ഹിന്ദു രാഷ്ട്രമായി പോകുമെന്ന് വിചാരിച്ച് കൈയടിക്കുന്ന പാവങ്ങൾ എന്താണ് BJPയുടെയും RSSന്റെയും സംഘപരിവാറിന്റെയും തത്വശാസ്ത്രങ്ങളെന്ന് തിരിച്ചറിയാതെ പോകുന്ന ശുദ്ധാത്മാക്കളായിട്ടുള്ള മനുഷ്യരാ. അവരൊരിക്കലും തിരിച്ചറിയുന്നില്ല. ഇവർ കാണുന്ന സ്വപ്നത്തിൽ ഇവരുടെ ഇന്ത്യയിൽ, ഇവരുടെ BJPയുടെയും RSSന്റെയും ഇന്ത്യയിൽ ഇവിടുത്തെ പിന്നോക്കക്കാരായിട്ടുള്ളവർ, എന്തിനു പറയുന്നു, നായർ സമുദായത്തിലുള്ളവരെ പോലും അവർ അംഗീകരിക്കില്ല. ഇവിടെ വന്നിട്ട് അമിത്ഷാ 2019 അവരുടെ പാർലമെന്റിന്റെ, നമ്മുടെ ഇന്ത്യ പാർലമെന്റിലേക്കുള്ള ഇലക്ഷന്റെ സമയത്ത് BJPയുടെ സംസ്ഥാന സമ്മേളനത്തിൽ വന്നിട്ട് പറഞ്ഞെന്താണെന്ന് അറിയാവോ? നമുക്ക് ഹിന്ദുക്കൾ മാത്രം കൂടെ പോരാ, പിന്നെ ആരെ വേണം? നമുക്ക് പിന്നോക്കക്കാരായിട്ടുള്ളവരെയും ദളിതന്മാരെയും ആദിവാസികളെയും വേണം. അതിൻ്റെ അർത്ഥം ആരാണ് ഹിന്ദു എന്ന് വളരെ കൃത്യമായിട്ട് ഇന്ത്യയിലെ പൊതുസമൂഹത്തിന്റെ മുമ്പിലേക്ക് അമിത്ഷാ എന്ന് പറയുന്ന BJPയുടെ ആഭ്യന്തരമന്ത്രി, നിങ്ങളുടെ മുൻ ദേശീയ അധ്യക്ഷൻ പറഞ്ഞിട്ട് പോയി. എന്നിട്ടും വീണ്ടും BJPയുടെ ഭാഗമാകാൻ നടക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ആരിഫ് മുഹമ്മദ് ഖാൻ എന്നും അബ്ദുള്ള കുട്ടി എന്നും പറയുന്ന സ്വയം പ്രഖ്യാപിത ദേശീയ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന നാണം കെട്ടവരെക്കാൾ നാണക്കേടാണ്. എന്തൊരവസ്ഥയാണെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം. ഇവർ ഈ രാജ്യത്ത് അവരുടെ ഭയങ്കരമായ അജണ്ട നടപ്പിലാക്കാൻ പോവുക. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ്. ഞാൻ ഒരു വശത്ത് ഈ പറഞ്ഞതുപോലെ അവരുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം,
ഈ രാജ്യത്ത് വളരെ നിഷ്പക്ഷരായിട്ടുള്ള മനുഷ്യർക്കിടയിൽ പോലും ഇത് വെറും ഒരു മുസ്ലിം പ്രശ്നമായിട്ട് വരച്ചു കാട്ടുവാൻ വേണ്ടിയിട്ട് അവർക്ക് കഴിയുന്നു എന്നുള്ളിടത്താണ് പ്രശ്നം. ദിവസം ഒരു അച്ഛൻ സംസാരിച്ചത് നമ്മൾ കണ്ടതാണ്. കാപ്പിപ്പൊടി അച്ഛൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊക്കെ ഇയാളുടെ തമാശ കണ്ട് ചിരിച്ചതാണ്. പക്ഷെ എല്ലാ തമാശയിലും ഞാൻ ചിരിക്കില്ല. കാരണം പല തമാശകൾക്കും സ്ത്രീവിരുദ്ധതയുടെ ലാഞ്ചന ഉണ്ടായിരുന്നു. ആ അച്ഛൻ പോലെ ഉള്ളവരെ, അച്ഛനെ പോലെയുള്ള ഒത്തിരി പേര് ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത് ഇത് മുസ്ലിങ്ങളുടെ പ്രശ്നമാണെന്ന്. പക്ഷെ തിരിച്ചറിയേണ്ട ഒരു വലിയ യാഥാർത്ഥ്യമുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ പുസ്തകങ്ങൾ ആരാ എഴുതിയിരിക്കുന്നത്? ഇവരുടെ പ്രധാനപ്പെട്ട എഴുത്തുകാർ അല്ലെങ്കിൽ ഇവരുടെ പുസ്തകങ്ങൾ, ഇവരുടെ ആത്മീയ ആചാര്യന്മാരെന്ന് പറഞ്ഞാൽ ഗോഡ്സെയും വി.ഡി. സവർക്കറിനെയും പോലെയുള്ളവർ, അല്ലെന്നുണ്ടെങ്കിൽ ഗോൾവർക്കറിനെ പോലെയുള്ളവരാ. MS ഗോൾവർക്കർ എന്ന് പറയുന്ന വ്യക്തി പണ്ട് ഇവിടെ നിന്ന് ജർമ്മനിയിൽ പോയിട്ട് ഹിറ്റ്ലറിന്റെ ഉന്മൂലന തത്വശാസ്ത്രം പഠിച്ചിട്ട് ഇവിടെ വന്ന് പുസ്തകങ്ങൾ എഴുതി. വിചാരധാര പോലെ വിയോർ അവർ നാഷൻഹുഡ് ഡിഫൈൻഡ് എന്ന് പറഞ്ഞ പുസ്തകം പോലെയുള്ള പുസ്തകങ്ങൾ എഴുതി. നമ്മളുടെ ദേശീയത നിർണ്ണയിക്കുമെന്ന് പറഞ്ഞെഴുതി. വിചാരധാര എഴുതി. അതിലൊക്കെ വളരെ കൃത്യമായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് എന്താ? ഞങ്ങളുടെ ആദ്യത്തെ ശത്രുക്കൾ മുസ്ലിങ്ങളാണ്, രണ്ടാമത്തെ ശത്രുക്കൾ ആരാണ് എന്നുള്ളതാണ് അച്ഛൻ ഉൾപ്പെടെയുള്ളവർ മറന്നു പോകുന്നത്. അല്ലെങ്കിൽ കേരളത്തിൽ ഇപ്പോഴും ലവ് ജിഹാദ് ഉണ്ടെന്ന് പറയുന്ന സിനഡും സീറോ മലബാർ സഭയും മറന്നു പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അവർ വളരെ കൃത്യമായിട്ട് പറയുന്നു, രണ്ടാമത്തെ ശത്രുക്കൾ ക്രിസ്ത്യാനികളാണ്, പിന്നത്തെ ശത്രുക്കളായിട്ടാണ് അവർ കമ്മ്യൂണിസ്റ്റുകാർ ഉൾപ്പെടെയുള്ളവരെ കാണുന്നത്. ഇപ്പോ ഇത് പറയുമ്പോൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത്, എന്നെ പോലെയുള്ളവർ, അല്ലെങ്കിൽ ഇപ്പൊ എൻ്റെ പേര് ഹിന്ദു നാമധാരിയാണ്, ഞാൻ കോൺഗ്രസ് പോലെയുള്ള രാഷ്ട്രീയ സംഘടനയുടെ ഭാഗമായി നിൽക്കുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ ഒരു കാറ്റഗറിയിലും എന്നെ സംബന്ധിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തിനെ ബാധിക്കുന്ന, ഈ രാജ്യത്തിലെ ജനതയെ വിഭജിക്കുവാനുള്ള നിയമത്തിനെതിരെ അതിശക്തമായി പോരാടേണ്ടത് ഈ രാജ്യത്തെ ജനാധിപത്യ മതേതരത്വ ബോധമുള്ള ഓരോ പൗരന്റെയും ചുമതലയാണെന്ന് തിരിച്ചറിയുന്നത് കൊണ്ടാണ് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നതും നിരന്തരമായി RSSനും BJPക്കും എതിരെ പറയേണ്ടിയും വരുന്നത്. ഇവർ വളരെ കൃത്യമായിട്ട് അവരുടെ വംശശുദ്ധീകരണത്തിന്റെ രാഷ്ട്രീയം ഇന്ത്യയിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുക. അവരുടെ വംശശുദ്ധീകരണത്തിന്റെ രാഷ്ട്രീയത്തിൽ അവർക്ക് ഇത്രയും ആൾക്കാരുടെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ടാണ് അമിത്ഷാ ഇടയ്ക്ക് അവരുടെ ഉള്ളിലെ രാഷ്ട്രീയത്തിൽ പറഞ്ഞൊരു വാചകം പുറത്തു വന്നു. അമിത്ഷാ പറഞ്ഞത് എന്താണെന്നറിയാവോ? ഇവിടെ ആധാർ കാർഡ് കൊണ്ടുപോയന്മാർ 25 കോടി പേര് പുറത്തു പോകുമെന്ന് പറഞ്ഞപ്പോൾ അമിത്ഷാ പറഞ്ഞത് 100 കോടി പേര് പൗരത്വ രജിസ്റ്ററിൽ നിന്ന് പുറത്തു പോകുന്ന. അപ്പോൾ ഈ 100 കോടി പേര് ഹിന്ദുക്കൾ പോയി, ക്രിസ്ത്യാനികൾ പോയി, മുസ്ലിങ്ങൾ പോയി, ഇവിടുത്തെ പിന്നോക്ക ഹിന്ദുക്കൾ പോയി, ദളിതന്മാർ പോയി, ആദിവാസികൾ പോയി, ഇവിടെ BJPക്ക് വേണ്ടിയും RSSന് വേണ്ടിയും മുദ്രാവാക്യം വിളിക്കാൻ വേണ്ടി നടക്കുന്ന ഇവിടുത്തെ പാവപ്പെട്ടവന്മാരെ എല്ലാം പുറത്താക്കി അവസാനം ഞാനും എൻ്റെ ആളും മാത്രം മതി എന്ന് പറയുന്ന രാഷ്ട്രീയമാണ് ഇവിടെ BJPയും RSSും മുമ്പോട്ട് വയ്ക്കുന്നതെന്ന് തിരിച്ചറിയേണ്ട ഒരു സാഹചര്യമായതുള്ളത്. ഇവിടെ നമ്മൾ ഈ രാഷ്ട്രീയം പറയുമ്പോൾ നമ്മൾ ഇതിനോട് ചേർത്ത് നിൽക്കേണ്ട വേറെ 1-2 കാര്യം കൂടിയുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഇവരുടെ അവസാനത്തെ പണിയുമല്ല, ആദ്യത്തെ പണിയുമല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സവർക്കറിനെ പോലെ, ഗോഡ്സെയെ പോലെ, അല്ലെങ്കിൽ ഗോൾവർക്കറിനെ പോലെയുള്ളവർ തുടങ്ങി വെച്ച അവരുടെ തത്വശാസ്ത്രത്തിന്റെ തുടർ പ്രവർത്തനമാണ് അവരിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. BJP അധികാരത്തിൽ വന്നിട്ട് തന്നെ എത്രയോ കാര്യങ്ങൾ, ബാബറി മസ്ജിദിൽ ഇന്ത്യയിലെ സുപ്രീം കോടതി പോലും നിഷ്പക്ഷമല്ല എന്ന്, അതിന്റെ പുറത്ത് ഇനി കോടതി ഇലക്ഷൻ വന്നാലും പ്രശ്നമില്ല. പക്ഷേ ഇന്ത്യയിലെ സുപ്രീം കോടതിയെ പോലും നിഷ്പക്ഷമല്ലാത്ത രീതിയിലേക്കാണ് ബാബറി മസ്ജിദ് വിധി വന്നത്. ആർട്ടിക്കിൾ 370 കാശ്മീരിന്റെ പ്രത്യേക ഭരണഘടനാ അനുമതി അവരെടുത്തു കളഞ്ഞു. പ്രത്യേക ഭരണഘടനാ അനുമതി എടുത്തു കളഞ്ഞിട്ട് അവരെന്താ പറഞ്ഞത്? പറഞ്ഞത് ഇന്ത്യ രാജ്യത്തിലെ സംസ്ഥാനങ്ങളിലെല്ലാം ഇനി നമുക്ക് ഒറ്റ നിയമം മതി എന്നാ. ഇന്ത്യ രാജ്യത്തിലെ സംസ്ഥാനങ്ങളിൽ മുഴുവൻ ഒറ്റ നിയമം മതി എന്ന് പറഞ്ഞാൽ BJP RSSും ഡിസംബർ 10-ാം തീയതി വേറെ ഒരു ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ പേര് ഇന്നർ ലൈൻ പെർമിറ്റ് എന്നാ. എന്താ ഇന്നർ ലൈൻ പെർമിറ്റ് എന്ന് ചോദിച്ചാൽ 1873 തൊട്ട് ഇന്ത്യയിലെ ബ്രിട്ടീഷുകാരുടെ ഭരണകാലഘട്ടം തൊട്ടേ അവർ 3 സംസ്ഥാനങ്ങളിൽ ഇന്നർ ലൈൻ പെർമിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അരുണാചൽ പ്രദേശ് ഉൾപ്പെടെയുള്ള 3 സംസ്ഥാനങ്ങളിൽ. അവിടുത്തെ അനിയന്ത്രിതമായിട്ടുള്ള ആ വിഭവങ്ങൾ കൊള്ളയടിക്കാതിരിക്കാൻ വേണ്ടി ആ സംസ്ഥാനത്ത് ചെല്ലുന്നവർ അനുമതി വാങ്ങിക്കണമെന്നാ. അത് വലിയൊരു കോംപ്ലിക്കേറ്റഡ് പ്രോസസ് ഒന്നും അല്ല. പക്ഷേ BJP ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇന്നർ ലൈൻ പെർമിറ്റ് മണിപ്പൂർ എന്ന് പറഞ്ഞ സംസ്ഥാനത്ത് നമ്മൾ ആരെങ്കിലും കടന്നു ചെല്ലണമെങ്കിൽ അവിടെ ആദ്യമായി കടന്നു ചെന്നത് കേന്ദ്രമന്ത്രി, BJPയുടെ കേന്ദ്രമന്ത്രിയാണെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ഫേസ്ബുക്കിലും ട്വിറ്ററിലും പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എങ്ങനെയാ ഇവിടെ നിന്നും നമ്മൾ മണിപ്പൂരിൽ കടന്നു ചെല്ലണമെങ്കിൽ എന്തിന് കടന്നു ചെല്ലുന്നു, ആരെ കാണാൻ കടന്നു ചെല്ലുന്നു, എത്ര ദിവസം നിങ്ങൾ അവിടെ ഉണ്ടാകും, ഏത് ഹോട്ടലിൽ താമസിക്കും, എത്ര നേരം അയാളുമായി സംസാരിക്കും, എപ്പോൾ തിരിച്ചു പോകുമെന്ന് തുടങ്ങി ഒരു രാജ്യത്ത് നിന്നും മറ്റൊരു രാജ്യത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മൾ പാലിക്കേണ്ട സമസ്ത പ്രൊസീജിയേഴ്സും പാലിക്കേണ്ടി വരുന്നു എന്നുള്ളിടത്താണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇരിക്കുന്നത്.
അപ്പോ ഇവര് ആർട്ടിക്കിൾ 370 ഇതാക്കിക്കൊണ്ട് കാശ്മീരിന്റെ സ്വതന്ത്ര ഭരണാധിപതി എടുത്തു കളഞ്ഞ BJP ഇപ്പൊ മണിപ്പൂരിൽ ഇത് ചെയ്തു വെച്ചിരിക്കുന്നു. BS യെഡിയൂരപ്പ ഉൾപ്പെടെയുള്ള BJPയുടെ കർണാടകയുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും കത്തെഴുതി കഴിഞ്ഞു. എന്താ പറയുന്നത്? ഇന്നർ ലൈൻ പെർമിറ്റ് നമ്മൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം നടപ്പിലാക്കണം. എങ്ങനെയാണ് ഈ രാജ്യം വിഭജിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. 850 നാട്ടുരാജ്യങ്ങളായി കിടന്ന ആ രാജ്യത്തെ ഇന്ത്യൻ റിപ്പബ്ലിക്കാക്കി മാറ്റിയെടുത്തുകൊണ്ട് നമ്മളുടെ പൂർവ്വസൂരികൾ ഈ രാജ്യമാക്കി എടുത്തു മാറ്റിയെങ്കിൽ ഈ രാജ്യത്തെ മതത്തിന്റെ പേരിൽ, പ്രദേശത്തിന്റെ പേരിൽ, വംശത്തിന്റെ പേരിൽ, ഗോത്രത്തിന്റെ പേരിൽ വിഭജിക്കുവാനുള്ള വിഭജന രാഷ്ട്രീയമാണ് BJPയും RSSും മുന്നോട്ട് വയ്ക്കുന്നത്. ഇവർക്ക് ഒരു പ്രശ്നവുമില്ല. കാരണം ഇന്ത്യ എന്ന് പറയുന്ന ആശയം ഇവർക്ക് അറിയുവാൻ വയ്യ. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ അറിയാൻ വയ്യ. ഇതിന്റെ അന്തസ്സത്തെ ഇവർക്ക് അറിയുവാൻ വയ്യ. അത് തന്നെയാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളതാ നമ്മൾ അറിയേണ്ടത്. സ്വാമി വിവേകാനന്ദനെ പോലെയുള്ളവർ, അവിടെയാണ് ഹിന്ദു എന്ന് പറയുന്നതിന്റെ കോണ്ടെക്സ്റ്റ് കൂടി നമ്മൾ ചിന്തിക്കേണ്ടത്. യഥാർത്ഥത്തിൽ ഹിന്ദു എന്ന് പറയുന്നതും ഹിന്ദുത്വ എന്ന് പറയുന്നതും തമ്മിൽ ഒരു ബന്ധവുമില്ല. കോഴിയും കോഴിക്കോടും തമ്മിലുള്ള ബന്ധം പോലും ഹിന്ദുവും ഹിന്ദുത്വയും കൂടിയില്ല. ഹിന്ദു എന്ന് പറയുന്നത് ഒരു മതമാണെങ്കിൽ ഹിന്ദുത്വ എന്ന് പറയുന്നത് 1930 കാലഘട്ടത്തിൽ സവർക്കർ എന്ന് പറയുന്ന RSSന്റെ സംഘപരിവാറിന്റെ നേതാവ് ഉണ്ടാക്കിയെടുത്ത ഒരു വാക്ക് മാത്രമാണ് ഹിന്ദുത്വ. ഇവർ ചട്ടമ്പിസ്വാമി അംഗീകരിക്കുമോ? അംഗീകരിക്കത്തില്ല. ഇവർ അയ്യങ്കാളി അംഗീകരിക്കുമോ? അംഗീകരിക്കില്ല. ഇവർ ഗുരുദേവനെ അംഗീകരിക്കുമോ? അംഗീകരിക്കില്ല. ഇവർ സ്വാമി വിവേകാനന്ദനെ പോലും അംഗീകരിക്കുമോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. കാരണം ഇവർ സ്വാമി വിവേകാനന്ദനെയൊക്കെ വെച്ചുകൊണ്ട് ഇപ്പോൾ പോസ്റ്റർ അടിക്കുന്നുണ്ട്. വെറും മാർക്കറ്റിംഗ് തന്ത്ര. സ്വാമി വിവേകാനന്ദൻ എന്തായിരുന്നു ഇവിടെ നിന്നും ചിക്കാഗോയിൽ ചെന്നിട്ട് പറഞ്ഞത്? ഐ ആം കമ്മിങ് ഫ്രം ദ കൺട്രി ഓഫ് ടോളറൻസ് എന്നാണ്. ഞാൻ സഹിഷ്ണുതയുടെ രാജ്യത്ത് നിന്നും കടന്നു വരുന്നു എന്നാണ് പറഞ്ഞത്. സ്വാമി വിവേകാനന്ദൻ ഒരിക്കൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, വർഗീയത എന്ന് പറയുന്നത് ബുദ്ധിശൂന്യന്റെ ആയുധമാണെന്നാണ് പറഞ്ഞത്. ആ വിവേകാനന്ദനെ ഇവർക്ക് അംഗീകരിക്കാൻ പറ്റുമോ? വിവേകാനന്ദനെ ഒരിക്കൽ പോയിട്ട് കൽക്കത്തയിൽ അദ്ദേഹം താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തെ പോയിട്ട് കുറെ സന്യാസി വര്യന്മാരെന്ന് പറയുന്ന ഈ RSSന്റെ യഥാർത്ഥ സന്യാസിയൊന്നും അല്ല. കാരണം ശ്രീരാമകൃഷ്ണ പരമഹംസനെ പോലെ അല്ലെങ്കിൽ സ്വാമി വിവേകാനന്ദനെ പോലെ ഒന്നുമുള്ള സന്യാസികളൊന്നും അല്ല. ആദ്യ കാലഘട്ടത്തിലെ ഈ ഹിന്ദു മഹാസഭയുടെ അല്ലെങ്കിൽ ഇവിടുത്തെ തീവ്ര സംഘപരിവാർ സംഘടനകളുടെ ഭാഗമായിരുന്ന കുറച്ച് സന്യാസിമാർ ചെന്നിട്ട് സ്വാമി വിവേകാനന്ദനോട് പറഞ്ഞു, അല്ലയോ പ്രിയപ്പെട്ട സ്വാമി, നമ്മുടെ രാജ്യത്ത് ഗോവധ നിരോധനം നടപ്പിലാക്കണം. വിവേകാനന്ദൻ നരസിംഹത്തിലെ മമ്മൂട്ടിയുടെ കഥാപാത്രം പറയുന്നത് പോലെ 2-3 ഡയലോഗും പറഞ്ഞു, ചന്തിയിലെ പൊടിയും തട്ടി എഴുന്നേറ്റ് പൊക്കോളണം. കാരണം ഈ രാജ്യത്ത് പട്ടിണി കിടന്ന് മരിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യരുണ്ട്. ഈ രാജ്യത്ത് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ കൊടുത്തുവാൻ വേണ്ടിയിട്ട് മുലക്കാമ്പ് നീട്ടുമ്പോൾ പാലിന് പകരം ചോര പൊടിയുന്ന ദാരിദ്ര്യമുള്ള അമ്മമാരുണ്ട്. ഇവരൊക്കെ ഒരു നേരം ഭക്ഷണം കഴിക്കുന്നോ എന്ന് ചിന്തിച്ചിട്ട് മതി ഗോവധ നിരോധനവും ഭക്ഷണത്തിലുള്ള കൈവെപ്പും മതി എന്നുള്ളത് വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞ സ്വാമി വിവേകാനന്ദനെ എങ്ങനെ BJP RSSും അംഗീകരിക്കും? ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരാരെയും അംഗീകരിക്കില്ല. പക്ഷെ ഇവരുടെ മാർക്കറ്റിങ്ങിന് വേണ്ടി ആരെ വേണമെങ്കിലും ഉപയോഗിക്കും. അതുകൊണ്ടല്ലേ ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നവന്മാർ ഒരു ഉളുപ്പുമില്ലാതെ ഗാന്ധിയുടെ ഫോട്ടോ വെച്ചുകൊണ്ട് പോസ്റ്റർ അടിക്കുന്നത്? അതുകൊണ്ടല്ലേ RSSനെ ആദ്യമായി രാജ്യത്ത് നിരോധിച്ച സർദാർ വല്ലഭായ് പട്ടേലിന്റെ 3500 കോടിയുടെ പ്രതിമ ഉണ്ടാക്കുന്നത്? ഇവരുടെ വിഭജനത്തിന്റെ രാഷ്ട്രീയം അതിനിഗൂഢമാണ്, അതിതന്ത്രമാണ്. അത് തിരിച്ചറിയുവാൻ കഴിയുന്നിടത്താണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ BJPയുടെ RSSന്റെയും പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത് ഇതാണ്. ഭഗവത്ഗീത പറയുന്നത് മനനം ചെയ്യുവാൻ കഴിവുള്ളവനാണ് മാനവനെന്ന. മനസ്സുകൊണ്ട് ചിന്തിക്കുവാനും ബുദ്ധി കൊണ്ട് ചിന്തിക്കാനും കഴിവുള്ളവനെയാണ് മനുഷ്യനെന്ന് വിളിക്കുമ്പോൾ ആ മനുഷ്യനാണെന്ന് തെളിയിക്കാനുള്ള അവസരമാണ് ഇവിടുത്തെ BJPയുടെയും RSSന്റെയും നമ്മുടെ നാട്ടിലെ സാധാരണക്കാരുടെ മുമ്പിൽ കടന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു മുസ്ലിങ്ങളുടെ പ്രശ്നമല്ല, ഇത് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയുടെ വിഷയമാണ്. എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി, എന്തുകൊണ്ടാണ് അമിത്ഷാ, എന്തുകൊണ്ടാണ് രാജ്നാഥ് സിംഗ്, എന്തുകൊണ്ടാണ് നിർമ്മല സീതാരാമൻ നിങ്ങളുടെ നേതാക്കന്മാർ വിദേശത്ത് പോകുമ്പോൾ, സിംഗപ്പൂരിൽ പോകുമ്പോൾ, ഓസ്ട്രേലിയയിൽ പോകുമ്പോൾ, അമേരിക്കയിൽ പോകുമ്പോൾ, ബ്രിട്ടനിൽ പോകുമ്പോൾ, വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ ചുവന്ന പരവതാനി ഇട്ടുകൊണ്ട് BJPയുടെ നേതാക്കന്മാരെ അല്ല സ്വീകരിക്കുന്നത്, ഇന്ത്യയുടെ ഭരണാധികാരികളെയാ. എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? നിങ്ങൾ അറിയേണ്ടത് 850 നാട്ടുരാജ്യങ്ങളായി ചിതറിക്കിടന്ന് മാമാങ്കവും സതിയും അനുഷ്ഠിച്ച ശൈശവ വിവാഹം ഉണ്ടായിരുന്ന പഴയ ഇന്ത്യയുടെ ചിതറിത്തെറിച്ച നാട്ടുരാജ്യത്തിന്റെ രാജാക്കന്മാരെ അല്ല സ്വീകരിക്കുന്നത്. മറിച്ച് ഇന്ത്യ എന്ന് പറയുന്ന മതേതരത്വമുള്ള ജനാധിപത്യമുള്ള ഡോക്ടർ BR അംബേദ്കറിനെ പോലെയുള്ളവർ ഉണ്ടാക്കി വെച്ച ഭരണഘടനയിൽ ഇവിടുത്തെ നമ്മളുടെ ജവഹർലാൽ നെഹ്റു തൊട്ട് ഇങ്ങോട്ടുള്ള ഭരണാധികാരികൾ ഉണ്ടാക്കി വെച്ച ദീർഘവീക്ഷണമുള്ള ഭരണ സംവിധാനത്തിന്റെ പുറത്താണ്, ഇന്ത്യ എന്ന് പറയുന്ന അതിവിശാലമായിട്ടുള്ള ആശയത്തിന്റെ പുറത്താണ്. സൽമാൻ റുഷ്ദി പാകിസ്ഥാനിൽ നിന്നും കടന്നു വന്ന
വന്നപ്പോൾ അഭയം കൊടുത്ത, അല്ലെങ്കിൽ തസ്ലീമ നസ്രിൻ ബംഗ്ലാദേശിൽ നിന്നും കടന്നു വന്നപ്പോൾ അഭയം കൊടുത്ത, ദലൈ ലാമ ടിബറ്റിൽ നിന്ന് വന്നപ്പോൾ അഭയം കൊടുത്ത, അപ്പുറത്ത് ഇസ്രായേലും പാലസ്തീനും പോരടിക്കുമ്പോൾ പാലസ്തീൻ എന്ന് പറയുന്ന മാറ്റി നിർത്തപ്പെട്ടവ അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിനൊപ്പം നിൽക്കുകയും മരുന്നും ഭക്ഷണവും വസ്ത്രവും കൊടുത്ത ഇന്ത്യ എന്ന് പറയുന്ന എല്ലാവരെയും അംഗീകരിക്കുന്ന അതിവിശാലമായ ആശയത്തിന്റെ പുറത്താണ് നരേന്ദ്രമോദിക്കും രാജ്നാഥ് സിംഗിനും അമിത്ഷായ്ക്കും ഒക്കെ ചുവന്ന പരവതാനി വിരിയിക്കുന്നതെന്ന ബോധം BJPയുടെയും RSSന്റെയും നേതാക്കന്മാർ തൊട്ട് നിങ്ങളുടെ പരിവാരങ്ങൾക്ക് മുഴുവൻ ആശ. അല്ലാതെ നിങ്ങളാരും വിചാരിക്കുന്നത് പോലെ പണ്ടെന്തോ വായിച്ചതിന്റെ കഥയുടെ പുറത്തോ കെട്ടുകഥകളുടെ പുറത്തോ 56 ഇഞ്ചിന്റെ വലിപ്പം കണ്ടുകൊണ്ടോ അല്ല ഒരൊറ്റ രാജ്യത്തുള്ള ആരും ഇന്ത്യൻ ഭരണാധികാരികളെ സ്വീകരിക്കുന്നത്. ഇന്ത്യ എന്ന് പറയുന്ന ഒരു വലിയ ആശയമാണ്. ആ ആശയത്തെയാണ് ഇവർ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ആശയത്തിന്റെ കടക്കിലാണ് ഇവർ കത്തിവെക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആര് കടന്നു വന്നാലും അവരെ കൈയോട് സ്വീകരിക്കുകയും അവരെ ഇവിടെ ഉപചാരപൂർവ്വം വിളിച്ചിരുത്തുകയും അവർക്ക് അഭയം കൊടുക്കുകയും മാറ്റി നിർത്തപ്പെട്ടവന്റെ പാർശ്വവൽക്കരിക്കപ്പെട്ടവന്റെ പീഡിതന്റെ വിമോചനങ്ങളുടെ ഭാഗമായി നിന്നവരുടെ ഒക്കെ അഭയസ്ഥാനമായിരുന്നത് കൊണ്ടാണ് ഇന്ത്യയായി മാറിയതെന്ന് BJPക്കും RSSനും അറിയില്ല. എങ്ങനെ അറിയാൻ പറ്റും? കാരണം ഈ രാജ്യത്തെ രാജ്യമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഒരു തുള്ളി ചോര പൊടിഞ്ഞ ചരിത്രമില്ല BJPക്കും RSSനും. അവിടെയാണ് ഇതിന്റെ പ്രശ്നം ഇരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇന്ത്യയെ ഇന്ത്യയാക്കിയത് എങ്ങനെയാണെന്ന് BJPക്ക് RSSന് അറിയില്ല. ഇന്ത്യ എങ്ങനെ ഈ രാജ്യമായെന്നറിയില്ല. ഇന്ത്യ എന്ന് പറയുന്ന 850 നാട്ടുരാജ്യങ്ങളായി ചിതറിത്തെറിച്ച് കിടന്ന രാജ്യം. ഈ രാജ്യത്തെ ആദ്യം കടന്നു വന്ന പോർച്ചുഗീസുകാർ, പിന്നീട് വന്ന ഡച്ചുകാർ, പിന്നീട് വന്ന ഫ്രഞ്ചുകാർ, അവസാനം വന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനി, പിന്നീട് അത് ബ്രിട്ടീഷ് സാമ്രാജ്യമായിട്ട് ഈ രാജ്യത്തെ പിടിച്ചുകൊണ്ടുപോയി. ഈ രാജ്യത്തിന്റെ മുഴുവൻ സ്വത്തുക്കളും കൊള്ളയടിച്ച് ഈ രാജ്യത്ത് അതിശക്തമായിട്ടുള്ള കിരാത സാമ്രാജ്യത്വ ഭരണവുമായിട്ട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പോകുമ്പോഴാണ് 1857 ഇന്ത്യയിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഉണ്ടാകുന്നത്. ഇന്ത്യയിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഉണ്ടാകുമ്പോൾ മതേതര ഭാരത് വതൻ കി ജയ്, മതേതര ഇന്ത്യ വിജയിക്കട്ടെ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് കവിത എഴുതിക്കൊണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ മുന്നണി പോരാളിയായി വന്ന അവസാനം ബ്രിട്ടീഷുകാരനാൽ പിടിക്കപ്പെട്ട് കാല് മുതൽ തലവരെ അടിച്ചിഞ്ച പരുവത്തിലാക്കി ഇരുമ്പ് കമ്പി കൊണ്ടടിച്ച ആ ചോരയിലേക്ക് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഹറാമായിട്ടുള്ള പന്നിനെയ് ഒഴിച്ചിട്ട് കനലിൽ ചുട്ടരിച്ചു കൊന്നുകളഞ്ഞ അജിമുള്ള ഖാൻ ഉൾപ്പെടെയുള്ളവരുടെ ചരിത്രം BJPക്കും RSSനും അറിയില്ല. അവിടെ മാത്രം തീരുന്നോ? BJPയും RSSും അറിയേണ്ടതാ. നിങ്ങളുടെ അമിത്ഷായും നരേന്ദ്രമോദിയും ഒന്നല്ല ഒരു കാലഘട്ടത്തിലെ ബ്രിട്ടന്റെ വൈസ്രോയി എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ രാജ്യങ്ങളെ ഉള്ളം കയ്യിലിട്ടുകൊണ്ട് അവന് വിചാരിച്ചാൽ എന്തും നടത്തുവാൻ കഴിയുന്ന അവരുടെ വൈസ്രോയി ആയ മേയോ പ്രഭു എന്ന് പറഞ്ഞ മനുഷ്യനുണ്ടായിരുന്നു. മേയോ പ്രഭു 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ധനം നൽകി സഹായിച്ച അബ്ദുള്ള എന്ന് പറയുന്ന മനുഷ്യനെ തൂക്കിക്കൊല്ലാൻ പറഞ്ഞ ആളാ. ആ മേയോ പ്രഭുവിനെ ആൻഡമാനിൽ പോയിട്ട് ഇവിടെ നിന്നും ആൻഡമാനിൽ ചെന്നിട്ട് പോർട്ട് ബ്ലെയറിൽ സൂര്യാസ്തമനം കാണുവാൻ വരുന്ന മേയോ പ്രഭു എന്ന് പറയുന്ന മനുഷ്യനെ അവിടെ മണിക്കൂറുകളോളം ജലത്തിന്റെ അടിയിൽ മുങ്ങിക്കിടന്ന് അവിടെ നിന്നും പൊങ്ങി വന്ന് പാലത്തിൽ കയറി കയ്യിലിരിക്കുന്ന കടാര ഇടം നെഞ്ചിലേക്ക് കുത്തി ഇറക്കിക്കൊണ്ട് അയാളുമായിട്ട് വെള്ളത്തിൽ ചാടി അയാൾ തീരുന്നത് വരെ കുത്തിക്കൊണ്ട് അയാളുടെ മരണമുറപ്പാക്കി. രാജ്യത്തിൽ പിന്നീട് ബ്രിട്ടീഷ് സൈന്യത്താൽ പിടിക്കപ്പെട്ട് ഈ രാജ്യത്തിന്റെ പോരാട്ടത്തിന്റെ പുറത്ത് കഴിമരത്തിലേക്ക് നടന്നുപോയ ഷഹീദ് അലി എന്ന് പറഞ്ഞ മുസൽമാന്റെ ചരിത്രം ഇവിടുത്തെ RSSനും BJPക്ക് അറിയില്ല. എത്രയോ പേരെ കുറിച്ച് പറയാനുണ്ട്. അഷാഖുള്ള ഖാൻ എന്ന് പറഞ്ഞ വിപ്ലവകാരി 1925 കാക്കോരി സംഭവം എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം ഉൾപ്പെടെയുള്ളവർ മിതവാദത്തിന്റെ രാഷ്ട്രീയം മുമ്പോട്ട് വെച്ചപ്പോൾ അവിടെ നിന്നും മാറി ലാലാ ലജ്പത് റായിയെയും ബിപിൻ ചന്ദ്രപാലിനെയും പോലെയുള്ള ബാലഗംഗാധര തിലകനെ പോലെയുള്ളവരുടെ തീവ്രവാദം എന്ന ആശയത്തിൽ ആകൃഷ്ടരായിക്കൊണ്ട് ചന്ദ്രശേഖർ ആസാദിനെ പോലെയുള്ള അഷാഖുള്ള ഖാനെ പോലെയുള്ള ചെറുപ്പക്കാർ 1925 ബ്രിട്ടീഷുകാരൻ്റെ തീവണ്ടി ആയുധങ്ങളും അവരുടെ പണവുമായി കടന്നു വരുമ്പോൾ തടഞ്ഞു നിർത്തി അതിൽ നിന്ന് പണവും ആയുധവും എടുത്തുമാറ്റി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുതൽക്കൂട്ടാക്കാൻ വേണ്ടി ശ്രമിച്ചതിന്റെ പുറത്ത് അഷാഖുള്ള ഖാൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ ബ്രിട്ടീഷുകാരൻ പിടിച്ചുകൊണ്ടുപോയി തൂക്കിക്കൊന്നതിന്റെ ചരിത്രം ഇവിടുത്തെ BJPക്കും RSSനും അറിയാൻ പറ്റില്ല. ഞാൻ ഉൾപ്പെടെയുള്ളവർ സംസാരിക്കുമ്പോൾ അവസാനം നമ്മൾ പറയുന്നതുണ്ട് ജയ് ഹിന്ദ്, ഹിന്ദുസ്ഥാൻ വിജയിക്കട്ടെ എന്ന് പറഞ്ഞത്, ജയ് ഹിന്ദ് എന്ന് പറഞ്ഞ മുദ്രാവാക്യം ഈ രാജ്യത്തിന് വിളിച്ചു കൊടുത്തത് നേതാജി സുഭാഷ് ചന്ദ്രബോസിനൊപ്പം ഇന്ത്യൻ നാഷണൽ ആർമിയുടെ പോരാട്ടത്തിൽ ഈ രാജ്യത്ത് തൊണ്ട പൊട്ടി വിളിച്ചത് ആബിദ് ഹസൻ സഫ്രാനി എന്ന് പറഞ്ഞ മുസൽമാനായിരുന്നു. ചരിത്ര
ഇൻകുലാബ് സിന്ദാബാദ്, വിവാ റവല്യൂഷൻ, വിപ്ലവം വിജയിക്കട്ടെ എന്ന് ഈ രാജ്യത്തിനോട് വിളിച്ചു പറഞ്ഞത് ഹസ്രത്ത് മുഹാനി എന്ന് പറഞ്ഞ മുസൽമാനായിരുന്നു. ചരിത്ര സാരേ ജഹാം സെ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന അല്ലാമ മുഹമ്മദ് ഇക്ബാൽ എഴുതിയത്. അല്ലാതെ സാരേ ജഹാം സെ അച്ഛാ പാകിസ്ഥാൻ ഹമാര എന്നല്ല എഴുതിയതെന്നുള്ള സാമാന്യ ബോധം RSSനും BJPക്കും ഉണ്ടായിരിക്കണം. 1942 ഓഗസ്റ്റ് 9-ാം തീയതി 1942 ഓഗസ്റ്റ് 9-ാം തീയതി ഇന്ത്യ രാജ്യം കിറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞു. ആരോട് പറഞ്ഞു? ബ്രിട്ടീഷുകാരനോട് പറഞ്ഞു. ബ്രിട്ടീഷുകാരനോട് ഇന്ത്യ രാജ്യം കിറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞപ്പോൾ, അയ്യോ കിറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞ് ബ്രിട്ടീഷുകാരൻ പോയാൽ ആര് ഭരിക്കും? ന്യൂനപക്ഷക്കാരൻ ഇന്ത്യ ഭരിക്കും, ദളിതനും ആദിവാസിയും പിന്നോക്കക്കാരനും ഇന്ത്യ ഭരിക്കും. വരേണ്യ രക്തമുള്ള ആര്യ രക്തമുള്ള ഞങ്ങളുടെ പൂർവികരായിട്ടുള്ള ബ്രിട്ടീഷുകാരാ നിങ്ങൾ ഇവിടെ നിന്ന് പോകണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കത്തെഴുതിയ ചരിത്രമാണ് BJPക്കും RSSനും ഉള്ളത്. ആ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിന്നുകൊണ്ട് സൈമൺ കമ്മീഷൻ ഗോ ബാക്ക് എന്നും കിറ്റ് ഇന്ത്യ എന്നും ഇന്ത്യ രാജ്യത്ത് വിളിച്ചു പറഞ്ഞത് യൂസഫ് മെഹർ അലി എന്ന് പറഞ്ഞ മുസൽമാനാ. ചരിത്ര പറയുന്നത് ഒരു നാസർ അല്ല പറയുന്നത്, നൗഷാദ് അല്ല, കാർത്തിക് എന്ന് പറഞ്ഞ ഞാൻ പറയുക. ഇത് ചരിത്ര പഠിക്കേണ്ടതാണോ ചരിത്രം? ഈ ചരിത്രമൊക്കെ പറയുമ്പോൾ ഇവർക്ക് ഭയങ്കര അസ്വസ്ഥതയാണ്. കാരണം ഇവിടുത്തെ BJP RSSനെ സംബന്ധിച്ചിടത്തോളം ഗാന്ധി എന്ന് പറയുന്ന, നെഹ്റു എന്ന് പറയുന്ന നാമം കേൾക്കുന്നതിനേക്കാൾ ഇപ്പം അസ്വസ്ഥത ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമാണ്. കാരണം ഈ പൗരത്വ ഭേദഗതി നിയമം ഇവർ കൊണ്ടുവന്നപ്പോൾ ആ ദിവസം തൊട്ട് ഇവർ അനുഭവിക്കുന്ന ഒരു പ്രശ്നം, ഇവരുടെ ചരിത്രം ജനങ്ങൾ കുത്തി പുറത്തിട്ടോണ്ടിരിക്കുക. കൊച്ചു കുട്ടികൾ വരെ ഇപ്പോൾ വിളിച്ചോണ്ടിരിക്കുക മുദ്രാവാക്യം. കൊച്ചു കുട്ടികൾ വരെ ചരിത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. നിസ്സാരമായിട്ടല്ല നമ്മൾ കാണേണ്ടത്. ഞാൻ അതാണ് പറഞ്ഞത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ 22 വർഷം ഇവിടെ RSS ഉണ്ടായിരുന്നു. ഇവരെന്ത് ചെയ്തു? ഒന്നാം സ്വാതന്ത്ര്യ സമരം 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ഇങ്ങോട്ട് വരുമ്പോൾ 1909, 10, 11 കാലഘട്ടം തൊട്ട് ഇങ്ങോട്ടുള്ള കാലഘട്ടത്തിലൊക്കെ സവർക്കറിനെ പോലെയുള്ളവർ, VD സവർക്കറൊക്കെ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായിരുന്നു. അയാളെ ജയിലിൽ പിടിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ പാർട്ടി മാറിയത്. അന്ന് ഇയാള് സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ഇയാൾ എഴുതിയ ഒരു പുസ്തകമുണ്ട്, 1857 ഇന്ത്യസ് ഫസ്റ്റ് ഫ്രീഡം സ്ട്രഗിൾ എന്ന. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന പേരിൽ സവർക്കർ എഴുതിയ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇന്ത്യ രാജ്യത്തിന്റെ വിഭജന രാഷ്ട്രീയത്തിനപ്പുറത്ത് ഇന്ത്യയിൽ ഒരു പ്രസ്ഥാനം ഉണ്ടാകണമെന്നും അതിന് രാഷ്ട്രീയം ഉണ്ടാകണമെന്നും ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നയിക്കാൻ പറ്റുള്ളൂ എന്നും അദ്ദേഹം ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അതിൽ ഏറ്റവും സുപ്രധാനമായിട്ട് അദ്ദേഹം എഴുതിയിട്ടുള്ളത്, ഇന്ത്യയെ ഇന്ത്യയാക്കി മാറ്റുന്ന സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ നാഴികക്കല്ലായ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഈ രാജ്യത്ത് 10,000-കണക്കിന് മനുഷ്യർ രക്തസാക്ഷികളായപ്പോൾ ആ മരണപ്പെട്ടതിൽ 75%, മുക്കാൽ ഭാഗത്തിലേറെ പേര് മുസ്ലിം നാമധാരികളായ ഭാരതീയരായിരുന്നു എന്ന് എഴുതി വെച്ചിരിക്കുന്നത് സവർക്കറാണെന്ന ചരിത്രം കൂടി ഇവിടുത്തെ BJP RSS അറിയണം. ഞങ്ങളൊക്കെ പറഞ്ഞാലല്ലേ നിങ്ങൾക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റൂ. സവർക്കർ എഴുതി വെച്ചിട്ടുണ്ട്. അതിന് ഇങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ അതാണ് ഞാൻ പറഞ്ഞത്, സവർക്കർ പിന്നീട് അറസ്റ്റ് ചെയ്യപ്പെട്ടു. 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, 3 കഴിഞ്ഞു, 4 കഴിഞ്ഞു, 5 വട്ടം മാപ്പെഴുതി. 5ാമത്തെ മാപ്പിലും അതിന് തീവ്രത ഇല്ലാത്തത് കൊണ്ട് ബ്രിട്ടീഷ് രാജ്ഞി തിരിച്ചയച്ചു. 6ാമത്തെ മാപ്പെഴുതി സവർക്കർ. എന്തെന്നാ എഴുതിയത്? 6ാമത്തെ മാപ്പിൽ പറഞ്ഞു, എന്നെ നിങ്ങൾ ഇവിടെ നിന്നും വിട്ടാൽ ഞാൻ നിങ്ങളുടെ വിധേയത്വമുള്ള അടിമയായിരിക്കും. ഞാൻ മാത്രമല്ല, എൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനവും എൻ്റെ മുഴുവൻ സംവിധാനങ്ങളും ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ ഇന്ത്യയിലെ നിലനിൽപ്പിന് വേണ്ടി പോരടിക്കുമെന്ന് പറഞ്ഞ ചരിത്രമാണ് BJPക്ക് RSSനുള്ളത്. സവർക്കർ മാത്രമല്ല, ഗോൾവർക്കർ എഴുതിയിട്ടുണ്ട് മാപ്പ്. നിങ്ങളുടെ വാജ്പേയി എഴുതിയിട്ടുണ്ട് മാപ്പ്. 1 അല്ല 3 തവണ മാപ്പ് എഴുതിയതിന്റെ ചരിത്രമുണ്ട് അടൽ ബിഹാരി വാജ്പേയിക്ക്. ഇതൊക്കെ പറയുമ്പോൾ അസ്വസ്ഥമൊന്നും തോന്നിയിട്ട് കാര്യമില്ല. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നിങ്ങൾ പങ്കെടുത്തില്ല. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നിങ്ങൾക്ക് രക്തസാക്ഷികളില്ല. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നിങ്ങൾ രക്തം പൊടില്ല, ജയിൽവാസം അനുഷ്ഠിച്ചിട്ടില്ല. നിങ്ങൾ ചെയ്ത എന്താണ്? വേണ്ട, ഇതുപോലെ ഇപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾ ടൈറ്റാനിയത്തിൽ നിന്നും ഇവിടേക്ക് കുറ്റിവട്ടത്തിലേക്ക് അല്ലെങ്കിൽ കന്നേറ്റയിലേക്ക് കടന്നു വന്ന പോലെ ജാഥ കടന്നു വരുമ്പോൾ ആ ജാഥ കാണാൻ വേണ്ടിയിട്ട് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇത്തരം ജാഥകൾ കടന്നു പോകുമ്പോൾ ജാഥ കാണാൻ വേണ്ടിയിട്ട് മഴയത്തോ വെയിലത്തോ ഇറങ്ങി നിന്ന് ഒരു മൂക്കിപ്പനി പിടിച്ച RSSകാരന്റെ പേര് പറയാമെങ്കിൽ ഞങ്ങൾ നിർത്താം പൊതുപ്രവർത്തനം. ഒരു ചരിത്രം ഇവർക്ക് പറയാനില്ല. ഇവർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്ന വാക്കിനെ പോലും അങ്ങേയറ്റം ഭയപ്പെട്ടുകൊണ്ടിരിക്കുക. എല്ലാം കഴിഞ്ഞ് രാജ്യം സ്വതന്ത്രമായി ഇവരെന്താ പറഞ്ഞത്? രാജ്യം സ്വതന്ത്രമായി കഴിഞ്ഞപ്പോൾ 3 വർഷക്കാലം എടുത്തിട്ട് നിങ്ങൾക്കറിയോ ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കിയെടുക്കുന്നത്? എത്രയോ രാജ്യങ്ങളുടെ ആശയമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടു. അതിനെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലേക്ക് കൺവെർട്ട് ചെയ്യപ്പെട്ടു. ആദ്യം നമ്മളുടെ രാജ്യത്തിലെ ഭരണഘടനയായിട്ട് ബന്ധപ്പെട്ട ചർച്ചയിൽ പറഞ്ഞത് ഇൻ ദ നെയിം ഓഫ് ഗോഡ് എന്ന് എഴുതാന്ന പ്രിയാമ്പിൾ അങ്ങനെ തുടങ്ങാവുന്ന. അപ്പൊ ഇൻ ദ നെയിം ഓഫ് ഗോഡ്, ദൈവത്തിന്റെ നാമത്തിൽ എന്ന് പറയുമ്പോൾ ദൈവവിശ്വാസികളല്ലാത്ത ഒത്തിരി മനുഷ്യന്മാർ അന്നും ഇന്നും ഇന്ത്യയിൽ ജീവിക്കുന്നുണ്ട്. അവരെ കൂടി ഉൾക്കൊള്ളിക്കുന്ന ജനാധിപത്യം. അങ്ങനെ ആ മനുഷ്യരെ കൂടി ഉൾക്കൊള്ളിക്കണം എന്നുള്ളത് കൊണ്ട് വേ ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന രീതിയിലാണ് ഇന്ത്യയുടെ പ്രിയാമ്പിൾ പോലും
ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ എത്രയോ മഹത്തായിട്ടുള്ള ആശയമാണ്, എത്രയോ മഹത്തായ ഭരണഘടനയാണെന്ന് നമ്മൾ അറിയണം. അന്ന് ഈ ഭരണഘടന ഡോക്ടർ BR അംബേദ്കറിന്റെ നേതൃത്വത്തിൽ രാജേന്ദ്ര പ്രസാദിന്റെയും നെഹ്റുവിന്റെയും അല്ലെങ്കിൽ എല്ലാവരുടെയും അഭിപ്രായങ്ങളെ സ്വരുക്കൂട്ടിക്കൊണ്ട് ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്ന കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ വന്ന് 1951-52 ഇന്ത്യയിലെ ഒന്നാം ഇലക്ഷനും ഒക്കെ കഴിഞ്ഞ് രാജ്യം മുന്നോട്ട് പോകാൻ പോകുമ്പോൾ ഇവരുടെ നേതാക്കന്മാർ ഗോൾവർക്കറിനെ പോലെയുള്ളവർ, അല്ലെങ്കിൽ അതിനിപ്പുറത്തോട്ട് വരുന്ന, നിങ്ങളൊക്കെ ഇപ്പൊ പഞ്ചായത്ത് മെമ്പർമാരെ കൊണ്ടെങ്കിൽ കേൾക്കുന്നുണ്ടാവും, ദീനദയാൽ എന്ന് പറയുന്ന ഒരാളുടെ പേര് കേൾക്കുന്നുണ്ടാവും, ദീനദയാൽ ഉപാധ്യായ. ഇവരെ പോലെയുള്ളവർ എന്താ പറഞ്ഞത്? ഇവരെ പോലുള്ളവർ പറഞ്ഞത് അംബേദ്കർ ദളിതനാ. ആലോചിക്കേണ്ടതാണ്. ഇവിടുത്തെ BJPക്കും RSSനും മുദ്രാവാക്യം വിളിക്കുന്ന പിന്നോക്ക ഹിന്ദുക്കളായിട്ടുള്ളവർ തിരിച്ചറിയേണ്ടതാ. അവരെന്ന് പറഞ്ഞത് അംബേദ്കർ ദളിതനെ അംഗീകരിക്കാൻ പറ്റില്ല. ദളിതനായിട്ടുള്ള അംബേദ്കർ എഴുതിയ ഭരണഘടന ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ പറ്റില്ലെന്നും ഈ രാജ്യത്ത് മനുസ്മൃതി നടപ്പിലാക്കിയാൽ മതിയെന്നും മതേതരത്വമെന്നും ജനാധിപത്യമെന്നും സോഷ്യലിസമെന്നും പറയുന്നത് കാപട്യാണെന്നും പറഞ്ഞ ചരിത്രമാണ് BJPക്ക് RSSനും ഉള്ളത്. എന്തിനേറെ പറയുന്നു, എന്നാണ് ഞങ്ങൾ വെല്ലുവിളിച്ചോണ്ട് ചോദിക്കുക, എന്നാണോ RSSന്റെ ആസ്ഥാനത്ത് നിങ്ങൾ ഈ മൂവർണ്ണ കൊടി ഉയർത്തിയത്? നിങ്ങൾ ഉയർത്തിയിട്ടില്ല. നിങ്ങൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനത്തിൽ പോലും കാവിക്കൊടി ഉയർത്തിയ ചരിത്രം നിങ്ങൾക്കുള്ളത്. പറയുമ്പോൾ അസ്വസ്ഥ തോന്നിയിട്ട് കാര്യമില്ല. ഞാൻ അതാ പറഞ്ഞത്, ചരിത്രം പറയുന്നവനെ വെടിവെച്ച് കൊല്ലുമെന്നാണ് ഇവരിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചരിത്രം ഇവരെ വല്ലാണ്ട് അസ്വസ്ഥരാക്കുന്നുണ്ട്. ജനഗണമന അതിനായക ചെയ്യുക എന്ന് നമ്മളെല്ലാവരും ചൊല്ലുന്നതാണ്, നമ്മളുടെ ദേശീയ ഗാനമാണ്. ടാഗോർ എഴുതിയതാ. ടാഗോർ ഇവർക്ക് ഒരിക്കലും ഇഷ്ടമല്ല, കാരണം ടാഗോർ അമിത ദേശീയത ഉൾപ്പെടെയുള്ളതിനെ എതിർത്ത ആളാ. രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയ ജനഗണമനയിൽ എന്ത് വാക്കുണ്ട്? പഞ്ചാബ് എന്നും സിന്ധ് എന്നും ഉണ്ട്. പഞ്ചാബ് എന്ന് പറഞ്ഞാൽ പാക് ഓക്യുപ്പൈഡ് കാശ്മീരിലുള്ള പഞ്ചാബാണെന്നും സിന്ധ് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനാണെന്നും, അതുകൊണ്ട് ഞങ്ങൾ ദേശീയ ഗാനം അംഗീകരിക്കില്ല എന്ന് പറഞ്ഞവരാ BJPക്കാര്. നിങ്ങൾ എന്നാ 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ജനഗണമനയ്ക്ക് മാർക്കറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇന്ത്യൻ ദേശീയതയിലേക്ക്, ദേശീയ ഗാനത്തെ പോലും അംഗീകരിക്കേണ്ട അവസ്ഥയിലേക്ക് BJPയും RSSും വന്നത്. അവസാനം എന്താ പറയുന്നത്, തിയേറ്ററിന്റെ മുമ്പിൽ, വെറും വൃത്തികെട്ട സിനിമ ഓടുന്ന തിയേറ്ററുകളുടെ മുമ്പിൽ പോലും നമ്മളുടെ അഭിമാനമായ ദേശീയ ഗാനത്തെ ഇട്ട് അപമാനിക്കുന്ന തരത്തിലേക്ക് BJPയുടെ RSSന്റെ രാഷ്ട്രീയം പോയത്. ഇതിപ്പോ പറഞ്ഞില്ലെങ്കിൽ പിന്നെ എപ്പോ പറയാനാ? ഞാനെന്താ പറഞ്ഞത്, ഇത് പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. ഇത് നിരന്തരം നമ്മൾ പറയും. ഇതൊരു വലിയ പോരാട്ടമാണ്. ജാമിയയിലും അലിഗഡിലും JNUവിലും IITകളിലും സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും അസാമിലെയും ബംഗാളിലെയും കേരളത്തിൻ്റെയും തെരുവോരങ്ങളിലും പൊതുവീഥികളിലും നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമരം, നൂറുകണക്കിന് ചെറുപ്പക്കാർ നേതൃത്വം കൊടുക്കുന്ന ഈ സമരം, മതങ്ങളുടെ അപ്പുറത്ത്, ജാതികളുടെ അപ്പുറത്ത്, രാഷ്ട്രീയത്തിന് ഒക്കെ മുകളിൽ നിന്നുകൊണ്ട് നമ്മൾ നടത്തുന്ന ഈ സമരം നമ്മൾ ഇനിയും മുന്നോട്ട് പോകും. ഇത് മനുസ്മൃതിയും ഭരണഘടനയും തമ്മിലുള്ള സമരമാണ്. ഇത് ഗോഡ്സെയും ഗാന്ധിയും തമ്മിലുള്ള സമരമാണ്. ഇത് ഹിംസയും അഹിംസയും തമ്മിലുള്ള സമരമാണ്. ഈ സമരത്തിൽ ആത്യന്തികമായി ഭരണഘടനയ്ക്ക് വിജയിച്ചേ പറ്റൂ, മനുഷ്യത്വത്തിന് വിജയിച്ചേ പറ്റൂ. തടങ്കൽ പാളയത്തിലേക്ക് പോകുവാൻ നമുക്കാർക്കും കഴിയില്ല. അച്ഛൻ ഒരു തടങ്കൽ പാളയത്തിലും അമ്മ ഒരു തടങ്കൽ പാളയത്തിലും മക്കൾ ജുവനൈൽ ഹോമിലും പോകുന്ന മനുഷ്യത്വത്തെ വിഭജിക്കുന്ന രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ സമരത്തിൽ ഇനിയും നമ്മൾ മുന്നോട്ട് പോകണം. ഇനിയും നിരന്തരം രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടേയിരിക്കണം. അതിന് നമുക്കെല്ലാവർക്കും ഊർജ്ജമുണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്ന് ഈ പരിപാടി സംഘടിപ്പിച്ച, എന്നെ ക്ഷണിച്ച മുഴുവൻ പേർക്കും, ഇതിന്റെ ഭാരവാഹികൾക്ക് ഹൃദയപരമായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്, അഭിവാദ്യങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സമരപരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.